ഞാൻ എന്നെ പരിചയമുള്ളവരിവിടെ ഉണ്ടോ എന്നെനിക്ക് അറിയില്ല. ചിലർ പറയുന്നു പരിചയമുള്ളവരുണ്ടെന്ന്. എന്നാലും നിങ്ങളെന്നെ ഒന്നുകൂടി പരിചയപ്പെടുക. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാനൊരു സൈക്കോളജിസ്റ്റാണ് ബൈ പ്രൊഫഷൻ. പക്ഷേ എൻ്റെ സ്പെഷ്യലൈസേഷൻ കൗൺസിലിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ 44 വർഷങ്ങളായി കൗൺസിലിംഗ് ഫീൽഡിൽ കയറിയിട്ട് കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന കൗൺസിലറാണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ അറിവ്. എന്നെക്കാൾ പ്രായമുള്ള ആരെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്നെക്കാൾ സീനിയറായിട്ടുള്ളവർ ഈ ഫീൽഡിലുണ്ടെന്ന്. ഇപ്പം ഞാൻ തന്നെയാണ് സീനിയർ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോവുക. ഇത് 2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളോട് സംസാരിക്കണം, പേരൻസിനോട് സംസാരിക്കണം. നിങ്ങൾക്കറിയാം ശ്രമകരമായൊരു പണിയാണിത്. എങ്കിലും ഞാൻ അതിന് തുനിയുകയാണ്. ഞാൻ 1978 എൻ്റെ സൈക്കോളജി പഠനമൊക്കെ പൂർത്തിയാക്കി ഈ കൗൺസിലിംഗ് ഫീൽഡിലേക്ക് ആദ്യമായി കടന്നു വന്നത്. 78-80 കാലഘട്ടങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന കേസുകളും ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന കേസുകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. 78-80 കാലഘട്ടങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിരുന്നതെല്ലാം തന്നെ പ്രശ്നങ്ങളുമായിട്ട് വന്നിരുന്നതെല്ലാം തന്നെ സ്ത്രീകളാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ 2 തരം സ്ത്രീകളാണ്. ഒന്ന് ഭീകരരൂപിയായ ഒരമ്മായിയമ്മ, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടിനെ പോലെ നിന്നിരുന്ന ഒരു പറഞ്ഞോ കുഴപ്പമില്ല മരുമകൾ. പഴയ കഥയാണ്, പക്ഷെ ഇപ്പം തിരിച്ചാണ് വരുന്നത്. ഭീകരരൂപിയായ മരുമകൾ, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടായ ഒതുക്കിക്കളഞ്ഞല്ലേ, അങ്ങനെയാണ് പറയുന്നത്. 80-85 കാലഘട്ടങ്ങളിൽ എന്നെ തേടി വന്നിരുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ മദ്യപാനം കൊണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങൾ, സ്ത്രീധന പീഡനങ്ങളൊക്കെയാണ്. പണ്ട് മദ്യപാനം എന്ന് പറഞ്ഞിരുന്നത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. കുടുംബനാഥൻ മാത്രം മദ്യപിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ട്. വീട്ടിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വിറ്റുകുടിക്കുക, കുടുംബത്തിൻ്റെ അടിത്തറ വരെ മാന്തി കുടിക്കുക, താലിമാല വരെ വിറ്റുകുടിക്കുക, അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ശൂരനാട് ഭാഗത്ത് അത്ര കുഴപ്പമുണ്ടോ? ഇല്ല അല്ലേ? ഇവിടെയൊക്കെ എങ്ങനെയാണാവോ? അല്ല, ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നതേ. കുറേ ദൂരമുണ്ട്. അതെ, 10-70 കിലോമീറ്റർ വണ്ടി ഓടിയല്ലേ വന്നേ. അപ്പോൾ എനിക്കൊരു പുതിയതായിട്ട് വല്ലതും കിട്ടുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇവിടെ കോട്ടയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീട്ടുകാരെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, ഗ്ലാസ്സും വെള്ളം എടുത്തുകൊണ്ട് വാടിയെന്ന് പറയും. അങ്ങനെ ഗ്ലാസ്സും വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ തൊട്ട് നിൽക്കാൻ വല്ലതും ഉണ്ടോടിയെന്ന് ചോദിക്കും. അച്ചാറാണേലും മതിയെന്ന് പറയും. ഒരു കൂട്ടായ്മയുടെ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടോ അത്രയും കൂട്ടായ്മ ആയിട്ടില്ല അല്ലേ? അത്ര ആയിട്ടില്ല. നിങ്ങൾ ഇച്ചിരി പുറകില്ല. പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്ന് മദ്യപിക്കും. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ആണുങ്ങളെക്കാൾ നന്നായി സ്ത്രീകൾ മദ്യപിക്കും. അതെ, ഇപ്പം എനിക്കുള്ള കേസിൽ വോഡ്ക മാത്രം കുടിക്കുന്ന പെൺകുട്ടിയുടെ കേസുണ്ട്. വേറൊരു സംഭവം ഈയിടെ ഉണ്ടായത്, ഒരു ദിവസം വൈകുന്നേരം 2 സാറ്റർഡേ മുമ്പിൽ ഞാൻ ഏതാണ്ട് 9:45 ആയി പ്രാർത്ഥന ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഉറങ്ങാനുള്ള ചട്ടവട്ടങ്ങളൊക്കെ ആയിട്ടിരുന്നപ്പോൾ എൻ്റെ ഫോണൊന്ന് ബെല്ലടിച്ചു. ഞാനെടുത്തു. അപ്പോൾ ഒരു പയ്യനാണ്, കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. മാഡം എന്നൊന്ന് കേൾക്കാൻ സമയമുണ്ടോ? ഞാൻ പറഞ്ഞു പറ, എന്താണേലും പറ. അല്ല മാഡം, മാഡത്തിന് ഒരു വീഡിയോ കോളിലൊന്ന് വന്നോട്ടെ, കുഴപ്പമുണ്ടോ? ഏയ് എന്ത് കുഴപ്പം, വീഡിയോ കോളിൽ വാ, എന്താണേലും കാണാമല്ലോ. അപ്പം അവൻ എന്നെ കാണിച്ചത്, അവർ 2 പേരും കൊച്ചിയിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ്റെ ഭാര്യ IT ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. അന്ന് ഭാര്യയുടെ ഓഫീസിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനായിരുന്നു. ആ സെലിബ്രേഷൻ കഴിഞ്ഞ് ഭാര്യ വന്ന് കിടക്കുന്ന കിടപ്പ് കാണിക്കാനാണ് എന്നെ വിളിച്ചത്. 4 കാലയിലാണ് വന്നത്, ബോധം ഇല്ലാതെ വന്നത്. അടിച്ച് നല്ല ഫിറ്റായിട്ടാണ് വർത്താനം പറയുന്നത്. 2 കുഞ്ഞുങ്ങളും ഇവനും, എന്ത് കുഞ്ഞുങ്ങൾ. അവർ വന്ന് അമ്മയുടെ അടുത്ത് നിൽപ്പുണ്ട്, ഇവളിങ്ങനെ ഒഴാന്ന് കിടപ്പുണ്ട്. അപ്പം അവൻ എന്നോട് പറയുകയാണ്, ഞാൻ മദ്യപിക്കില്ല, ഈ വീട്ടിൽ മദ്യം ഞാൻ ഉപയോഗിക്കാറില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ മാഡം രാവിലെ പോയ പോലെ അല്ല ഇവൾ വന്നത്. അപ്പോൾ എനിക്കറിയില്ല മാഡം എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന്. എനിക്ക് വിഷമം തോന്നി. അപ്പോൾ വെറുതെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം കണ്ടത് മാഡത്തിൻ്റെ കൗൺസിലിങ്ങിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് നമ്പർ എടുത്ത് ഞാനങ്ങ് വിളിച്ചെന്നുള്ള, എനിക്ക് മാഡത്തെ പരിചയമൊന്നുമില്ല.
എനിവേ ഇപ്പം എനിക്ക് വരുന്നതിൽ ഇതൊരു സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കേസുകൾ ധാരാളമാണ്. നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികളോടൊപ്പം പബ്ബുകളിൽ പോകുന്ന, അല്ലെങ്കിൽ ആൺകുട്ടികളോടൊപ്പം പണ്ട് വല്ല ജ്യൂസൊക്കെ കുടിക്കാൻ പോയ പോലെ അല്ല, ബിയർ പാർലറുകളിൽ പോകുന്ന ഒരു സ്റ്റൈലിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. കുടുംബം ഒരുമിച്ച് മദ്യപിക്കുന്നതെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് യാതൊരു ഉളുപ്പും ഇല്ലാതെ ആയിരിക്കുകയാണെന്ന് തന്നെ ഞാൻ പറയും. അത് പെരുന്നാളുകൾക്കോ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ കല്യാണത്തിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ കാണുന്നതൊക്കെ വിചിത്രമായ കുടുംബ അന്തരീക്ഷങ്ങളാണ്. അതുപോലെ തന്നെ 85 ആ ഒരു 90s കുറച്ച് സ്ത്രീധന പീഡന കേസുകൾ എന്നെ തേടി വന്നിട്ടുണ്ട്. പണ്ട് സ്ത്രീധന പീഡനം എന്നും പറഞ്ഞ് എന്നെ കാണാൻ വന്നിരുന്നതൊക്കെ പാവപ്പെട്ട പെൺകുട്ടികളാണ്. പാവപ്പെട്ട പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 5000 രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു 5-10 പാവന് വേണ്ടിയൊക്കെയുള്ള കേസുകളാണ്. ഇപ്പം എനിക്ക് ദാരിദ്ര്യം പിടിച്ച ഒരു കേസ് പോലും ഇല്ല. എല്ലാം തന്നെ ലക്ഷങ്ങളുടെയും കോടികളുടെ ഇടപാടുകളാണ്. 2.5 കോടിയുടെ 1.5 കോടിയുടെ ഒരു എന്താ പറയുക 60 ലക്ഷത്തിന് എനിക്ക് കിടക്കുന്ന കേസിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കേസ് 2.5 കിലോ സ്വർണം, 50 ലക്ഷത്തിൻ്റെ ഡയമണ്ട് മാത്രം, പിന്നെ ഒരു BMW കാറ്. ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് ചെറുപ്പക്കാർക്ക് അറിയാമായിരിക്കും. ഒരു കാറല്ല കൊടുക്കേണ്ടത്, അത് വലിയൊരു കാറ് നമുക്ക് കാർ പോർച്ചിലിടാനായിട്ട് ബെൻസോ BMW കൊടുക്കുന്നതോടൊപ്പം ചെറിയൊരു വണ്ടി അവർക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. ഇവർ കൊടുത്തിരിക്കുന്നത് വെൻഡോ എന്ന് പറഞ്ഞൊരു ചെറിയ വണ്ടിയാണ്. BMW കൂടെ കൊടുത്തിരിക്കുന്നത് വെൻഡോ എന്ന് പറഞ്ഞൊരു ചെറിയ വണ്ടി. പിന്നെ നെല്ലിയാമ്പതിയിൽ 100 ഏക്കർ തോട്ടം, അത്രേ ഉള്ളൂ. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് ഇത്തരം കേസ് വരുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. കാരണം എന്നാണെന്നറിയാമോ? ഫീസ് വായിക്കാമല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല. കൂടുതൽ വരുന്നതൊക്കെ ഈ പാവങ്ങൾ വിഷമിക്കുന്നവരൊക്കെയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേഴ്സിൽ നിന്ന് എടുത്ത് വണ്ടിക്കൂലിക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ഗതികേട് വരാറുണ്ട്. ഫീസ് വാങ്ങിക്കാൻ ഞാൻ ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷേ ഇത്തരം കേസുകൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഒരു മനസാക്ഷിക്കടി ഇല്ലാതെ വാങ്ങിക്കാമല്ലോ, ഇല്ലേ? ഒരു മനസാക്ഷിക്കടിയുടെ ആവശ്യമില്ലല്ലോ. അതെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറൊരു ഭാഗമാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ദാരിദ്ര്യമല്ല, പട്ടിണിയല്ല, ഇല്ലായ്മയല്ല, ധാരാളിത്തമാണ്. നോട്ട് സ്കേഴ്സിറ്റി, അബൻഡൻസ്. അതിൻ്റെ പേരിലുള്ള കേസുകളാണ് വരിക. പിന്നെ 90കളിൽ പ്രണയവിവാഹങ്ങൾ, അവയുടെ പരാജയങ്ങൾ, വല്ലപ്പോഴും ചില ഇൻ്റർകാസ്റ്റ് മാരേജസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് പ്രേമം പാപമായിരുന്നു. കുട്ടികൾക്ക് അറിയില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ കാലത്ത് മക്കളെ ഭയങ്കര പാടായി. ഫോണില്ലല്ലോ, ലാൻഡ് ഫോൺ പോലും ഇല്ല. പിന്നെ ഞാനൊക്കെ പഠിച്ചത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ്, കറണ്ടില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ദാരിദ്ര്യം. പിന്നെ ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ ആരും കാണാതെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നൊരു പ്രണയലേഖനം എഴുതി ഉണ്ടാക്കി ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കാനായിട്ട് ഒരാളെ കണ്ടുപിടിച്ച് ഇത് കൊടുത്തു വിട്ട് അയാളത് വായിച്ച് പഠിച്ച് മറുപടി എഴുതി വേറൊരാളെ കണ്ടുപിടിച്ച് കൊടുത്തു വിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി വന്നപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു. സത്യം പറയുന്നേ. പിന്നെ 3 ശോകഗാനം പാടി ഞാൻ പരിപാടി ക്ലോസ് ചെയ്തു. പണ്ട് നല്ല ശോകഗാനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ പ്രേം നസീർ, സത്യനൊക്കെ അഭിനയിച്ച മനസ്സമൈനയും മാണിക്യ വീണയൊക്കെ പാടി പരിപാടി ക്ലോസ് ചെയ്തു. എനിക്കിപ്പോഴത്തെ പിള്ളേരോട് അസൂയയാ ശരിക്കും. എന്നോ രസമോ. മിസ്ഡ് കോൾ പ്രണയം, ഇൻ്റർനെറ്റ് പ്രണയം. എവിടാടി മോളെ ഇതിനെ കിട്ടിയത്? ഇൻസ്റ്റാ. നല്ല ശേല അത് കേൾക്കാൻ. എവിടെ നിന്നാടാ കുട്ട നിനക്ക് ഇവിടെ കിട്ടിയത്? അതെ, FB. നല്ല രസമാണ്, എനിക്കിഷ്ടം അത് കേൾക്കാൻ, ഒരു സ്റ്റൈലാണ്. അതെ, FBയിൽ കിട്ടിയവൻ്റെ കൂടെ ഇൻസ്റ്റയിൽ കേട്ടവൻ്റെ കൂടെ ഇറങ്ങി പോവുക. അതെ, കാണണമെന്ന് പോലും നിർബന്ധമില്ല. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവൻ്റെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഇറങ്ങിപ്പോകുന്ന പെൺപിള്ളേർ ആലോചിച്ച് നോക്ക്. അത്തരം കേസുകൾ ഇപ്പോൾ കൂടുക. എനിക്കൊരു 3-4 കുടുംബ കോടതികൾ എനിക്ക് കേസ്, ഞാൻ കോട്ടയം ടൗണിലാണ് എൻ്റെ കൗൺസിലിംഗ് സെൻറ്റർ. അപ്പോൾ എനിക്ക് കുറേ കോടതികളിൽ നിന്ന് കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന 98% ഇങ്ങനത്തെ കേസുകളാണ്. ഇൻസ്റ്റയിലും FBയിലും മെസ്സഞ്ചറിലും ഒക്കെ കിട്ടിയിട്ട് അങ്ങനെ കൂടെ പോയിട്ട് പിന്നെ ജീവിതം മതിയാക്കി പോരുന്ന കേസുകൾ ഏറെയാണ് എനിക്ക് വരുന്നത്. അതെ. പിന്നെ വേറെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, വിശ്വാസം പ്രശ്നമല്ല,
എഡ്യൂക്കേഷൻ പ്രശ്നമല്ല, പണം പ്രശ്നമല്ല, പിന്നെ വേറെ രസം കേൾക്കണോ, പ്രായം പ്രശ്നമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നാന്നറിയാം, 24 വയസ്സുള്ള ചെറുക്കന് 65 വയസ്സുള്ള അമ്മച്ചിയായിട്ട് പ്രേമം. അപ്പം ഞാൻ ഓർക്കും, ആശയ്ക്ക് വകയുണ്ട്, നമുക്ക് 68 ആയിട്ടുള്ളൂ. ഇന്ന നേരമുണ്ട്, നമുക്ക് നേരമുണ്ട്. അതെ, നല്ല രസമുള്ള കേസുകളൊക്കെ വരാറുണ്ട്. ഇനി കല്യാണം കഴിച്ചവരത്ര മെച്ചാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഒരെണ്ണത്തിന് എനിക്ക് വിശ്വാസമില്ല. കാരണം എൻ്റെ ഉറക്കം കെടുത്തുന്ന കേസുകളാണ് എനിക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കൊണ്ട് വന്നു, ഭർത്താവ് തന്നെയാണ് വന്നത്. 23 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. മൂത്ത മകന് 21 വയസ്സ് കഴിഞ്ഞു, ബിടെക് പഠിച്ചു, ഫൈനൽ ഇയറായി. രണ്ടാമത്തെ മകള് ബാംഗ്ലൂരിൽ BSc നഴ്സിങ്ങിന് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ഈ ചേച്ചിക്ക് ഈയിടെ ഒരു പ്രണയം തുടങ്ങി. പ്രണയം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, ഭയങ്കര കൂടിയ തോതിലാണ്. അയാളുടെ കൂടെ പോകണം ചേച്ചിക്ക്, അയാളുടെ കൂടെ പോകണം. ഭർത്താവും മകനും കൂടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, പിടിച്ചു നിർത്താൻ പറ്റുമോ നോക്കാൻ. അയാൾക്ക് മറ്റാൾക്ക് വേറൊരുത്തി ഉള്ളതാ, ഒരു ഭാര്യ ഉള്ളതാ. അതെ, ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. പ്രായോ അല്ലെ കല്യാണം കഴിച്ചതാണെന്നോ കുടുംബമഹിമ. പണ്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അന്തസ്സുള്ള കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ നല്ല ദൈവവിശ്വാസമുള്ള കുടുംബങ്ങളിൽ ഇങ്ങനെങ്ങും നടക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ, ആത്മഹത്യകൾ കൂടുന്നു, ക്രിമിനലിസം വളരുന്നു, ആരെ വേണ തട്ടും. അതെ, ഭർത്താവിനെ തട്ടാൻ മടിയില്ലാത്ത ഭാര്യ, ഭാര്യയെ തട്ടാൻ മടിയില്ലാത്ത ഭർത്താവ്, മക്കളെ കൊല്ലാൻ മടിയില്ലാത്ത അമ്മമാര് ബക്കറ്റിൽ മുക്കി കൊല്ലുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, ഈ കഴിഞ്ഞ കുറേ നാളുകൾ 2 മാസം മുമ്പാ പേപ്പറിൽ വായിച്ചു, ഒരു പെണ്ണ്, അവള് വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, പ്രസവിച്ചിട്ട് 3 മാസം ആയിട്ടുള്ളൂ. കൊച്ചു കിടന്ന് കരഞ്ഞു, അതിനെടുത്ത് ഒരടി വെച്ച് കൊടുത്ത് അത് ചത്തുപോയി. ന്യൂ ജനറേഷൻ അമ്മമാരുടെ കളികളാണ് ഞാൻ ഈ കാണുന്നതൊക്കെ. ഒരടി കൊടുത്ത്, ഭിത്തിക്കുട്ട കൊടുത്തത്, അത് ചത്തുപോയി. ഇങ്ങനത്തെ എത്ര എണ്ണ വരുന്നത്. എനിക്ക് ഈ ആഴ്ച ഒരു പെണ്ണ്, അവള് +1 പഠിക്കുകയാണ്, 10ാം ക്ലാസ്സിൽ, കൊല്ലം ജില്ലയാണ് കേട്ടോ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. 10ാം ക്ലാസ്സിൽ അവൾ ഫുൾ എ പ്ലസ് മാത്രമല്ല, അവൾക്ക് 2 വിഷയത്തിന് ഫുൾ മാർക്കുണ്ട്. ആ സ്കൂളിൽ ഏതാണ്ട് ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്. അവൾക്ക് ട്യൂഷൻ സെൻറ്ററിൽ വെച്ച ഒരു ചെറുക്കനുമായിട്ടൊരു ചെറിയ പ്രേമം തുടങ്ങി. അത് എങ്ങനെയോ അമ്മയുടെ ഫോണിലാണ് പരിപാടികളൊക്കെ, അതുകൊണ്ട് അമ്മ അറിഞ്ഞു. അങ്ങനെ ഇച്ചിരി അടിയും പിടിയൊക്കെ ആയി, വിലക്കി എൻ്റെ അടുത്ത് ഒരു സിറ്റിങ്ങിന് അവനെ കൊണ്ടുവന്നിരുന്നു. അതെല്ലാം നിർത്തി, ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും +1 പഠിക്കുകയാണ്. പിന്നീട് അവിടെ സ്കൂളിൽ അവളെ ഓണർ ചെയ്യാനായിട്ട് ആനുവൽ ഡേ എന്തോ ഒരു പരിപാടിക്ക് ടീച്ചേഴ്സ് പ്രിൻസിപ്പൽ വിളിച്ചു. ഇപ്പോൾ അവൾ വേറെ സ്കൂളിലാണ് +1 പഠിക്കുന്നത്, അവിടെ 10 വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ അവളെ മാത്രമല്ല, ഫുൾ A+ കിട്ടിയ പിള്ളേരെയൊക്കെ ഓണർ ചെയ്യാൻ വേണ്ടി, ട്രോഫി കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. അന്ന് അവൾ അവളുടെ പഴയ കാമുകന്, പഴയതെന്ന് പറഞ്ഞാൽ ഒത്തിരി പഴയതായിട്ടില്ല, അവനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആദരവ് കിട്ടുന്നുണ്ട്, ട്രോഫി വാങ്ങിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവൻ അവിടെ വന്നു. ഇവളും അവനും കൂടെ വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അവൾ എന്നോട് പറഞ്ഞത്, ഇനി അങ്ങനൊന്നും ഇല്ല, നമുക്ക് നല്ല ആൾക്കാരാകാം, എനിക്ക് നന്നായി പഠിക്കണം, എനിക്കൊരു ഡോക്ടറാകണം, അതുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോറി, അങ്ങനെയൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ആ കുട്ടിയെ വിശ്വാസമാണ്. എനിവേ, അവരുടെ വീട്ടിൽ ആരോ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, അവളും അവനും കൂടെ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇങ്ങ് വന്നപാടെ എന്താണ് ഉണ്ടായതെന്ന് പോലും ചോദിക്കാതെ അപ്പൻ തല്ലി. അമ്മയോട് പറഞ്ഞു, ചട്ടുകം പഠിപ്പിച്ചു കൊണ്ടുവരാൻ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അമ്മമാർ കാണിച്ച പണിയാണ്. അമ്മ ചട്ടുകം പഠിപ്പിച്ചു കൊണ്ടുവന്നു. ആ കുട്ടിയുടെ തൊടയിൽ 3 സ്ഥലത്ത് ഇത്ര എന്ന് പറഞ്ഞാൽ ആ ചട്ടുകത്തിൻ്റെ വട്ടത്തിൽ ദശങ്ങ് വെന്ത് മാറിയിരിക്കുകയാണ്. അതിനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് കൊച്ചു മിണ്ടിക്കാണും, കൊച്ചു മിണ്ടിയില്ല എന്നൊന്നും ഞാൻ പറയില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ മനസ്സെന്നാണ് എനിക്കറിയാൻ മേലാത്തത്. ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രേമമോ പ്രണയമോ അതിനും അപ്പുറം ക്രിമിനലിസം. അതായത് ആർക്കാരോടാ ഇവിടെ സ്നേഹം? എനിക്കറിയില്ല. ആർക്കാരോടാ? മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹത്തിൽ കളങ്കം വരുന്നു. മക്കൾക്ക് മാതാപിതാക്കളോട് ബന്ധമുണ്ടോ? ഒരു വല്ലാത്ത ഒരു ഇതിലൂടെയാണ് കടന്നു പോവുക. ഈ ഒരു കൊറോണ കാലത്ത് ഒത്തിരിയേറെ മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഫോൺ അഡിക്ഷനും അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ഇരുന്നിരുന്ന് വേണ്ടാത്ത നീലച്ചിത്രങ്ങളും അതും ഇതുമെല്ലാം കണ്ട് മാനസിക വൈകല്യങ്ങൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ ഈ ഒരു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ മാതാപിതാക്കൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ കുഴപ്പമാണ്, ഇതെല്ലാം മൊബൈലിൻ്റെ കുഴപ്പമാണ്, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ കുഴപ്പമാണ്. എന്നാത്തിൻ്റെയൊക്കെ തലയിലോട്ട് വെച്ചിട്ട് നമ്മൾ കൈ കഴുകി മാറി നിൽക്കുന്നോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ എന്താണ് ഇവിടെ കുഴപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാം. ഹൗ ടു വിൻ ആ വഴിയിലേക്ക് ഞാൻ വരാം. പിള്ളേർക്ക് നിങ്ങൾക്കറിയാം, കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. ഒരു കാലത്ത് നമ്മുടെ കുടുംബം പാരമ്പര്യങ്ങളുടെ ഒരു യൂണിറ്റായിരുന്നു. എന്നെ അറിയില്ല, ഞാൻ ഇന്നടത്തെ ഇന്നയാളിൻ്റെ മോളാണെന്നാണ് ഞാൻ എന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ ഇന്നടത്തെ ഇന്നയാളിൻ്റെ ഭാര്യയാണ്. ഒരു സമയത്ത് ഞാൻ എൻ്റെ അപ്പൻ്റെ അഡ്രസ്സിൽ അറിയപ്പെട്ടു, പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അഡ്രസ്സിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. ഞാനൊരു അഡ്രസ്സ് ഉണ്ടാക്കി, എനിക്ക് സ്വന്തമായൊരു അഡ്രസ്സ് ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തതാണ് ഞാൻ. പാരമ്പര്യങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ലാണ്ടായിരിക്കുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിശേഷപ്പെട്ട സാധനമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ വല്യപ്പച്ചനെയാണ്. തിണ്ണൽ ഒരു ചാരുകസരയിൽ പൂജ്യനായിട്ടാണ് ആ പാർട്ടിയെ സൂക്ഷിച്ചിരുന്നത്. ആ കസരയുടെ താഴെ ഞാൻ സ്ഥിരം കണ്ടിരുന്ന ഒരു കഥാപാത്രം ഉണ്ട്. വെറ്റയിൽ ചുണ്ണാമ്പൊക്കെ തേച്ച് പാക്കൊക്കെ ഇടിച്ച് ഉരുട്ടി ഉരുട്ടി അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തിരുന്ന ഒരു കഥാപാത്രം. അതിനെ ഞങ്ങൾ വല്യമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്. ഈ രണ്ട് പാർട്ടികളാണ് എൻ്റെ കുടുംബത്തെ നിയന്ത്രിച്ചിരുന്നത്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നും ആയിരുന്നില്ല. എൻ്റെ ചാച്ചനൊക്കെ 8 പേരായിരുന്നു. അതിലൊരാൻ്റെ തന്നെ 11 പിള്ളേരെ പ്രസവിച്ചു. അപ്പോൾ ചാച്ചൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് തോന്നി കുറഞ്ഞു പോകുമെന്ന്. പുള്ളിക്കാരി ഒരു മത്സരത്തിലൂടെ ഒരു 8 എണ്ണം വരെ ഒപ്പിച്ചെടുത്തു. പിന്നെ മത്സര ബുദ്ധിയുള്ളവർ കുറവായിരുന്നു, 6, 7, 5, 4 ഒക്കെ ആയിട്ട് പോയി. എനിവേ ഞാൻ വളർന്ന ഒരു കുട്ടിപ്പട്ടാളത്തിൻ്റെ നടുവിലാണ്. എൻ്റെ കരുത്ത്, എൻ്റെ ആത്മവിശ്വാസം, എൻ്റെ ദൈവവിശ്വാസം, അതിനുമപ്പുറം എൻ്റെ മൊറാലിറ്റി, അതെനിക്ക് തന്നത് എൻ്റെ കുടുംബമാണ്. അത് വിട്ടൊരു കളിക്ക് പോകാൻ എന്നെ കൊണ്ടാവില്ല. കാരണം എന്നെ പരിശീലിപ്പിച്ചെടുത്തത് അങ്ങനെയാണ്. ആ ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ വളർന്ന കരുത്തുള്ള നല്ല വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോയി നമ്മുടെ കുടുംബങ്ങൾ ചെറിയ ചെറിയ കുടുംബങ്ങളായി വിഭജിക്കപ്പെട്ടു. ആദ്യകാലത്ത് ഞാൻ, എൻ്റെ ഭർത്താവ് 3 പിള്ളേരെന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് പോയിട്ട് നമ്മൾ 2, നമുക്ക് 2 എന്നും പറഞ്ഞു വന്ന്. പിന്നെ അതങ്ങോട്ട് പോയിട്ട് നാം 1, നമുക്കൊന്നാക്കി. ഇപ്പോഴത്തെ അറിയാവോ? ശൂരനാട്ടുകാർക്കൊന്നും അറിയില്ലേ? ഇപ്പോഴത്തെ എന്നാ പറയാ, കുട്ടി വേണ്ട പട്ടി മതി എന്നാക്കി. ശരിക്കും ഞാൻ പറയുകയാണ്, വെറുതെ പറയുന്നൊന്നല്ല, ഞാൻ വെറുതെ പറയില്ല ഒന്നും. ഇപ്പോൾ എല്ലാ വീടുകളിലും കുട്ടികളെക്കാളും നോക്കുന്നത് പട്ടികളെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെ, നല്ല പട്ടികൾ, എന്ത് നല്ല സ്റ്റൈല് പട്ടികൾ, എന്ത് വിലയുള്ള പട്ടികൾ. ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം ഈ തിരുവല്ല വഴി കാറിൽ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു പട്ടി ഇങ്ങനെ തലയിട്ട് ഇരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഫ്രണ്ടിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, അതെങ്ങാനും ചാടുവോടാ ഗ്ലാസ് പൊട്ടിച്ച്. അപ്പോൾ പറഞ്ഞു, ഇല്ല ചേച്ചി, ഇല്ല ആൻറ്റി, പേടിക്കണ്ട, എടാ നീ ഓവർടേക്ക്, എനിക്ക് എന്തായാലും ആ സാധനത്തിനെ കണ്ടിട്ട് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ പൊന്നുപോലെ വളർത്തുന്നതാണ്. അതെ, പ്രസവിക്കാൻ എന്നെ കൊണ്ട് മനസ്സില്ലെന്ന് പറയുന്ന പെൺപിള്ളേരുടെ എണ്ണം കൂടുന്നു. കല്യാണം വേണ്ടെന്ന് പറയുന്ന പിള്ളേരുടെ എണ്ണം. എൻ്റെ പണിയാണ് ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് മാതാപിതാക്കളും വയസ്സ് 38 ചെറുക്കൻ കിട്ടുന്നില്ല, മാഡം ഒന്ന് സമ്മതിപ്പിച്ചതാ. വയസ്സ് 34 പെണ്ണിന് കല്യാണം വേണ്ടെന്ന് പറയുന്നു. എൻ്റെ പൊന്നുമാടം കെട്ടിക്കാതെ പറ്റുമോ? ഇളയത്തുങ്ങൾ 2-3 എണ്ണം പിന്നെ നിൽക്കുന്നു. അതുകൊണ്ട് എങ്ങനെയും ഒന്ന് സമ്മതിപ്പിച്ചതാ. എൻ്റെ പണിയാണ് കല്യാണത്തിന് സമ്മതിപ്പിക്കുക. ഇനി വേറൊരു പണിയാണ് പ്രസവിക്കാൻ സമ്മതിപ്പിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, പ്രസവിപ്പിക്കാൻ സമ്മതിപ്പിക്കണേ. എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിയുടെ ഒരു പെണ്ണ്, ഇത് കേൾക്കാനാണ് ഞാൻ വരത്തില്ലായിരുന്നെന്ന്. വെറുതെ പറയുന്നൊന്നുമല്ല. എനിക്കിപ്പോൾ ഒരു ഫാമിലി, 2 പേരും ഡോക്ടേഴ്സാണ്, MD-കാരാണ്, പയ്യന്നൂർ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. അവരെ നല്ല സുന്ദരനും സുന്ദരിയും, അവർ നല്ല റിച്ച് അപ്പനും അമ്മയൊക്കെ ഡോക്ടേഴ്സാണ്, റിച്ച് ഫാമിലിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 10.5 വർഷമായി. എന്നിട്ട് ഇവർക്ക് പിള്ളേരില്ലെന്നല്ല, അവർ തമ്മിലൊരു ബന്ധമില്ല. ബട്ട് അവർ നല്ല സുഹൃത്തുക്കളാണ്. അവർ പോകാത്ത രാജ്യങ്ങളില്ല. ഇന്നിപ്പോൾ അവരിരുന്ന് വർത്താനം പറയുമ്പോൾ നമുക്ക് നാളെ രാവിലെ ദുബൈക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ അവർ ഓൺലൈനിൽ ടിക്കറ്റ് നോക്കി ബുക്ക് ചെയ്ത് പോയിരിക്കും. അവർ പോകാത്ത സ്ഥലങ്ങളില്ല. അവൾ എന്തേലും ഒരു ഡയമണ്ടിൻ്റെ പരസ്യം കണ്ട അപ്പോഴേ, അച്ഛാ ഇത് കണ്ടോ, നിനക്ക് വേണോ, എത്ര ലക്ഷമായാലും പ്രശ്നമില്ല, വാങ്ങിച്ചു കൊടുക്കും. അവളുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക് അവൻ കൊടുത്തത് ബെൻസാണ്.
അത്ര ഭാര്യയെ ഇഷ്ടമാണ്, പക്ഷെ തൊട്ടു നോക്കിയിട്ടില്ല ഇതുവരെ. തൊട്ടു നോക്കിയിട്ടില്ല ഇതുവരെ. 10.5 വർഷമായി. എന്നിട്ട് ഈ പെണ്ണിൻ്റെ അമ്മയും വീട്ടുകാരും കൂടി ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കി ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഒരു കൊച്ചിൻ്റെ ആവശ്യകത വന്നിരിക്കുന്നു. അവർ രണ്ടും കൂടെ IVF ചെയ്തൊരു കൊച്ചിനെ ഉണ്ടാക്കി. പിള്ളേരുടെ വട്ട് നിങ്ങൾ ആലോചിക്കണം. ഒരു പെൺകുട്ടി. പക്ഷെ അതോടെ സംഗതിയെല്ലാം കുഴഞ്ഞു. അവളിലെ ഹോർമോൺ ചേഞ്ച് വന്നപ്പോൾ അവളുടെ ഇമോഷണൽ ചേഞ്ചസ് എല്ലാം ആയി. ഇപ്പം അവർ പിരിയാൻ വേണ്ടി കുടുംബ കോടതിയിൽ കേസ് കൊടുത്തതാണ്. കുടുംബ കോടതി എൻ്റെ അടുത്ത് വിട്ടതാണ്. എഡ്യൂക്കേഷനുണ്ട്, കുടുംബമഹിമയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. മാഡം നമുക്ക് എങ്ങനെയാണ് പറ്റുക? എന്തായാലും ഇവനിത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പം വിദ്യാഭ്യാസം കൂടുന്തോറും നമ്മുടെ പിള്ളേർക്ക് വിവരമില്ലാതെ വരുന്നോന്ന് എനിക്കൊരു സംശയം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. എനിക്ക് വഴക്കുണ്ടാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ 99% ഹൈലി ക്വാളിഫൈഡ് പിള്ളേരാണ്. MBA, MCA, BTech, MTech, MS, അതുപോലെ തന്നെ MD. പിന്നെ ഉണ്ട് കേട്ടോ, ഇപ്പം എനിക്കൊരു 2-3 പൈലറ്റ്സിൻ്റെ കേസുണ്ട്. അതിലൊരു പൈലറ്റ് എന്ന് പറയുന്നത് അവന് കാനഡയിൽ നിന്നാണ് ഫ്ലൈറ്റ് എടുക്കുക. മന്ത്ലി സാലറി 20 lakhs ആണ്. ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. ബട്ട് MBA-ക്കാരി ഒരുത്തിയെ കെട്ടി പിരിയാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇതിനൊക്കെ പഠിപ്പിച്ച് വലിയവരാക്കി നമുക്കങ്ങ് സുഖമായിട്ട് ജീവിക്കാമെന്നുണ്ടായിരുന്ന മാതാപിതാക്കളുടെ മോഹമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. മക്കളെ നല്ലവരാക്കി വളർത്തേണ്ടിയിരിക്കുന്നു. കാരണം തഴയപ്പെടുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മുടെ കുടുംബങ്ങളുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുക. നിനക്കറിയാവോന്ന് എനിക്കറിയില്ല. ഈ കൊച്ചു കേരളത്തിൽ 612 വൃദ്ധമന്ദിരങ്ങളുണ്ട്. 612. ഇത് ഞാനൊരു വൃദ്ധദിനത്തോടനുബന്ധിച്ച് കോട്ടയം കലക്ട്രേറ്റിൽ നിന്ന് എടുത്തൊരു കണക്കാണ്. ഇപ്പോൾ വേറെ കൂടിയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കുറേ നാൾ മുമ്പ് എടുത്ത കണക്കാണ്. ഈ 612 വൃദ്ധമന്ദിരങ്ങളിൽ നിറയെ അന്തേവാസികളുണ്ട്. ഇനി ഞാൻ പോയ വൃദ്ധമന്ദിരം എറണാകുളത്തിനടുത്ത് ആലുവയ്ക്കടുത്തൊരു സ്ഥലമാണ്. അതിൻ്റെ ഡയറക്ടർ ഒരു കന്യാസ്ത്രീ, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതാണ്. എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, ഗ്രേസ് നിൻ്റെ ഒരു ദിവസം എനിക്ക് തരുമോ? നീ ഇപ്പോൾ ഒത്തിരി പ്രസംഗമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളല്ലേ, നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, ഒരു ഫുൾ ഡേ എനിക്ക് വേണം. രാവിലെ എൻ്റെ അമ്മച്ചിമാർക്ക് മത്സരങ്ങളാണ്, കസരകളി, മുട്ടായി പേർക്കൊക്കെ. അപ്പോൾ അവരെ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച് നമുക്ക് മത്സരങ്ങളൊക്കെ നടത്തി. ഉച്ച കഴിഞ്ഞ് പൊതുസമ്മേളനം ഉണ്ട്, സമ്മാനദാനമുണ്ട്. നീ അവരോട് വാർദ്ധക്യം ആനന്ദകരമാക്കാനുള്ള 2-3 ടിപ്സൊക്കെ പറഞ്ഞ് സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് പോകാം. നിങ്ങൾ നേരത്തെ എത്തണം, ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഇവിടെ. അപ്പം ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു, ഒരു ചേഞ്ചല്ലേ. ഞാൻ പോയി. ഞാനവിടെ ചെന്നു, അമ്മച്ചിമാരുടെ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തു, അവരുടെ കൂടെ സന്തോഷമായിട്ടിരുന്നു. ഉച്ചയ്ക്ക് ഉണ്ണാനിരുന്നപ്പോൾ ഒരമ്മച്ചി എൻ്റെ അടുത്തിരുന്ന അമ്മച്ചിയുടെ, അവിടെ 35-36 അമ്മച്ചിമാരുണ്ട്. ഒരമ്മച്ചിയുടെ ചെവിയിൽ ഞാൻ പതുക്കെ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാ ഇവിടെ വന്ന് പറ്റിയത്? അപ്പം എന്നോട് പറഞ്ഞു, അത് ഞാൻ ചത്തപ്പം അവന്മാർ കൊണ്ടാക്കിയതാ. അപ്പം ഞാൻ ചോദിച്ചു, ഏതവന്മാർ? എൻ്റെ മക്കള്, അല്ലാണ്ട് ആരാടി? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണം പോലും തള്ളയെ നോക്കുന്നില്ലെങ്കിൽ തള്ളയുടെ കയ്യിലിരിപ്പ് അല്ലേ? തള്ളയുടെ കയ്യിലിരിപ്പ് ഒട്ടും ശരിയല്ല അല്ലേ? ഒരെണ്ണെങ്കിലും അല്ലേ നോക്കത്തില്ല. ഞാനങ്ങനെ തന്നെയാണ് ഓർമ്മ, നമ്മളൊക്കെ സാധാരണക്കാരല്ല, അങ്ങനെയൊക്കെ അല്ലേ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ അമ്മച്ചിയുടെ മക്കളൊക്കെ കാലിഫോർണിയ, ഹൂസ്റ്റൺ, ന്യൂയോർക്ക്, മെൽബൺ. ഓ, ഇതൊക്കെ പല സ്ഥലത്താണല്ലോ. അമേരിക്കയിലും ഉണ്ട്, ഓസ്ട്രേലിയയിലും ഉണ്ട്. ഒരെണ്ണം ഇളയമോള് ബീന ദുബായിലും ഉണ്ട്. അങ്ങനെ അമ്മച്ചി കുറേ സ്ഥലങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വരാറില്ലേ? അപ്പോൾ പറഞ്ഞു, അവന്മാരെല്ലാം വലിയ പുള്ളികളാണ്, ഈ ഡോക്ടറും എഞ്ചിനീയറും ചാർട്ടേഡ് അക്കൗണ്ട് വലിയ പുള്ളികളാണ്. അവന്മാരുടെ അവളുമാരും വലിയ പുള്ളികളാണ്. എടി, എല്ലാത്തിനും ഓരോ മുറി പിള്ളേരേ ഉള്ളൂ, മൊത്തം ഇല്ല, ഓരോ മുറി. അതൊക്കെ വലിയ പരീക്ഷയ്ക്ക് പഠിക്കാടി കൊച്ചേ, ആർക്കടി നേരം? അതുകൊണ്ട് അവർ വരും. അവർ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് എന്നെ കയറ്റി. കോട്ടയത്തിനടുത്ത് പാമ്പാടിക്കടുത്തൊരു വീടും 10-25 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ വരെ അവിടെ നോക്കാൻ കെയർടേക്കേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കും. ഞങ്ങളവിടെ ചെല്ലും. ഇവർ അവധി തീർന്ന് പോകുമ്പോൾ വീണ്ടും എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അവർ പോവും. അതാണ് ഇപ്പോഴത്തെ. അങ്ങനെ മാറി മാറി വരും. അപ്പം ഞാൻ ഓർത്തു, 8ാമത്തേനെ കാണണമെങ്കിൽ 8 വർഷമല്ലേ, പാവം. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ ഉള്ളിൽ സന്തോഷമുണ്ടോ? ഏതൊരമ്മയ്ക്കാ മോളെ ഈ അവസ്ഥയിൽ സന്തോഷിക്കാൻ പറ്റുക? ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട് മോളെ.
ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും വൈകല്യങ്ങളുള്ളവനായിരുന്നുവെങ്കിൽ, ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും ബുദ്ധിയില്ലാത്തവനായിരുന്നുവെങ്കിൽ എനിക്കിന്ന് അവൻ്റെ കൂടെ കഴിയാമായിരുന്നു. 8 കേമന്മാരെ പ്രസവിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ട് എന്നോട് അമ്മ ചോദിച്ചു, നിന്നെ കല്യാണം കഴിച്ചതാണോ? ഞാൻ പറഞ്ഞു, അതെ, എനിക്കൊരു കെട്ടിയോനുണ്ട്. പിള്ളേരോ? 2 ആൺപിള്ളേർ. എങ്കിൽ എൻ്റെ മോൾ ഇവിടെ നേരത്തെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. നല്ല സ്ഥലമാണ്, നീ ഇവിടെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മച്ചിയോട് എന്തെന്നില്ലാത്തൊരു പ്രേമം തുടങ്ങി. ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ അമ്മച്ചിയുടെ മുറിയിൽ ചെന്നു. അതായത് ആ വൃദ്ധമന്ദിരത്തിൻ്റെ പ്രത്യേകത, നമുക്കൊരു 2 റൂമുള്ള വില്ല പോലൊരു സ്ഥലം കിട്ടും. നമുക്കൊരു ഹോം നേഴ്സിനെ കൂടെ താമസിപ്പിക്കാൻ, ഡ്രൈവറെ, വണ്ടി ഉപയോഗിക്കാം. അങ്ങനെ കുറച്ച് ഫ്രീഡം ഒക്കെ ഉണ്ട്, കുറച്ച് പൈസ കൂടുതലാണ്. അങ്ങനെയാണ്. എനിവേ, ഞാൻ അമ്മച്ചിയുടെ മുറിയിൽ ചെന്നപ്പോൾ അമ്മച്ചിയുടെ മുറി നിറയെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, അമ്മച്ചിയുടെ മുറിയിലെ ഇംഗ്ലീഷ് പേപ്പർ, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, സാധാരണക്കാരിയല്ലേ നീ? എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ പറഞ്ഞു, ഞാനതൊരു പാവം അമ്മച്ചി. പാവമൊന്നും അല്ല ഇത്. അപ്പം എന്നോട് പറഞ്ഞു, എടി ഞാൻ പഴയ MA BEd ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാ. പിന്നെ ഈ പിള്ളേർ 5-8 വളർത്തേണ്ടി വന്നുകൊണ്ട് ജോലിയൊക്കെ കളഞ്ഞത്. അങ്ങർക്ക് ജോലി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഞാൻ എല്ലാത്തിനെയും മിടുക്കന്മാരാക്കിയില്ലേടി, നല്ലവരാക്കിയില്ലേ? അതുകൊണ്ട് ഞാനും പഠിച്ചതാണ്. അമ്മച്ചിയുടെ പുസ്തക ശേഖരമെല്ലാം പരതി എനിക്ക് 2-3 പുസ്തകം എടുത്ത് അമ്മച്ചിയുടെ സൈനൊക്കെ ഇട്ട് തന്നിട്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നീ ഈ പുസ്തകം വെച്ചു. അപ്പം ഞാൻ അമ്മച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ഈ റൂട്ടിലെങ്ങാനും വരുവാണെങ്കിൽ ഞാൻ കയറാം കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു, പലരും ഇത് പറഞ്ഞ് പോവാറുണ്ട് മോളെ, ആരും വരാറൊന്നും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വിളിക്കാൻ സ്ഥിരമായിട്ട്, ഞാൻ തിരക്കുള്ള ആളാണ് അമ്മച്ചി, എനിക്ക് വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയെ വിളിക്കുമായിരുന്നു. ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ആ പാമ്പാടിയിലെ 25 സെൻറ്റ് സ്ഥലവും ആ വീടും എൻ്റെ പേരിൽ എഴുതരാമെങ്കിൽ പൊന്നുമോളെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് തങ്കക്കട്ടി പോലെ നോക്കും. അപ്പം എന്നോട് പറഞ്ഞു, അത് ഇളയമോൻ ബാലുവിന് കൊടുത്തെന്ന്. അത് ഇളയമോൻ ബാലുവിന് കൊടുത്തു. ഞാൻ പറഞ്ഞു, അവൻ വന്ന് നോക്കത്തേ ഉള്ളൂ, തള്ള അവിടെ നിന്നോളാൻ പറഞ്ഞു. തള്ള അവിടെ നിന്നോളാൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അതെ, കഴുത്തേലൊരു തടിമാടം മാല ഒരു 5-6 പവനുണ്ടല്ലോ, അത് ഉണ്ടടി 8 പവനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, കയ്യിൽ കുറെ വള കണ്ടല്ലോ. അമ്പടി, നീ ഇതൊക്കെ നോക്കിയതല്ലേ? ഞാൻ പറഞ്ഞു, നോക്കി. പിന്നെ ആര് പെണ്ണുങ്ങളാണ് ഇതൊക്കെ അല്ലേ ആദ്യം നോക്കുന്നേ? ഞാൻ പറഞ്ഞു, അതിനല്ല, എനിക്ക് സ്ഥലവും വേണ്ട, വീടും വേണ്ട, ആ മാലയും വളയും തരാമെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് പൊന്നുപോലെ നോക്കും. അപ്പം എന്നോട് പറഞ്ഞു, അതേ ഇളയ മോള് ബീനയ്ക്കാ, അവൾക്ക് 2 പെൺപിള്ളാരാ, അതുകൊണ്ട് അവക്ക് കൊടുക്കാൻ വെച്ചിരിക്കുക ഈ തള്ള. ഞാൻ പറഞ്ഞു, തള്ള നിങ്ങൾ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. ഞാൻ മര്യാദക്കുള്ള വഴിയാ പറഞ്ഞത്. തമാശയാണെങ്കിലും അമ്മച്ചിയായിട്ട് ഞാനിങ്ങനെ വഴക്കൊക്കെ പിടിക്കുമായിരുന്നു. ഈ അടുത്ത നാളിൽ അമ്മച്ചിക്ക് അസുഖം കൂടി. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ICUവിൽ അമ്മച്ചി അഡ്മിറ്റ് ചെയ്തു. സിസ്റ്റർ എന്നെ വിളിച്ചു, അമ്മച്ചിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, സ്ഥലമാണോ ഗോൾഡാണോ എന്തായിരിക്കുമോ? അന്നേരം പറഞ്ഞു, നീ ഏതായാലും വാ, അമ്മച്ചി എന്താ തരുന്നതെന്നാ വാങ്ങിക്കാമല്ലോ. ഞാൻ ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞാനും അമ്മച്ചിയും കൂടെ കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ സംസാരിച്ചത് സ്വർഗത്തെക്കുറിച്ചാണ്, തമ്പുരാനെക്കുറിച്ചാണ്, കുറേ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് എനിക്കറിയാമെന്നൊക്കെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ? അപ്പോൾ അമ്മച്ചിക്കൊരു സംശയം, എന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി, മിണ്ടാനൊന്നും മേല വലിവ. അപ്പം ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, സ്ഥലവും വളയൊന്നും അല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സ്വർഗ കവാടങ്ങൾ കടന്ന് തമ്പുരാൻ്റെ തിരുമുഖം കണ്ട് അമ്മച്ചി സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ എനിക്ക് വേണ്ടി തമ്പുരാനോട് ഒരു മധ്യസ്ഥം പറയാവോ? ഇത്ര പറഞ്ഞാൽ മതി. തമ്പുരാനെ, ഗ്രേസ് എന്ന് പറഞ്ഞൊരു പെണ്ണ് അതിൽ നടപ്പുണ്ട്. തമ്പുരാന് വേണ്ടി വേല ചെയ്യുക എന്നാണ് അവിടെ ഭാഷ്യം. അതുകൊണ്ട് അവളൊന്ന് അനുഗ്രഹിച്ചേക്കണേ, അവൾക്ക് ഇത്തിരി ആയുസ് ആരോഗ്യമൊക്കെ കൊടുത്തേക്കണേ. ഇത്ര മാത്രം അമ്മച്ചി ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കാവോ? അമ്മച്ചി തലയാട്ടി. ഞാൻ നെറ്റിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ഞാൻ പോന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചു. ഫ്യൂണറൽ കോട്ടയത്ത് നടന്ന ഏറ്റവും നല്ല ഫ്യൂണറൽ കോട്ടയം ലൂർദ് പള്ളിയുടെ സിമിട്രിയിലാണ് അമ്മച്ചി അടയ്ക്കിയത്. അത്രയും നല്ല വേറൊരു കല്ലറ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോയിരുന്നു അമ്മച്ചിയുടെ ഫ്യൂണറലിന്. ഞാനും കോട്ടയത്തൊരു പൂക്കടയിൽ ചെന്ന് ആ പൂച്ചണ്ട ഉണ്ടാക്കുന്നവനോട് പറഞ്ഞു, ഇങ്ങേർക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഏറ്റവും വലിയ പൂച്ചണ്ട്, ഏറ്റവും നല്ല വില എനിക്ക് പ്രശ്നമല്ല,
മനോഹരമായൊരു പൂച്ചണ്ട് എനിക്ക് ഉണ്ടാക്കി തരണം. അയാൾ എന്നെ ഒന്നുകൂടെ നോക്കി, അഹങ്കാരം വരുത്തി ഈ സ്ത്രീ എവിടുന്നാണ് വരുന്നതെന്ന് അയാൾക്ക് തോന്നി കാണും. എനിക്കതൊരു പ്രശ്നമൊന്നും അല്ല. എന്നാലും ഞാൻ ഓർത്ത് അമ്മച്ചിക്ക് കൊടുക്കാൻ വേറെ ഒന്നും ഇല്ലല്ലോ. ഞാൻ ഈ പൂച്ചണ്ടെല്ലാം ചുമന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വീടിൻ്റെ ആ പന്തലിൻ്റെ അറ്റം മുതൽ അമ്മച്ചിയുടെ അടുത്ത് വരെ വെള്ളപ്പൂക്കൾ നിരത്തി നിരത്തി സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നു. അമ്മച്ചി കിടക്കുന്നത് എനിക്ക് തോന്നി ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഓർക്കിഡ് പൂക്കൾക്ക് നടുവിൽ സുന്ദരിയായിട്ടാണ് കിടക്കുന്നത്. ഇത്രയും പൂക്കൾ ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. നല്ല മനോഹരമായ പന്തൽ. എല്ലായിടത്തും കുടിക്കാൻ വെള്ളമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു. വീണ്ടും ഞാൻ കയറി ചെല്ലുമ്പോൾ അമ്മച്ചിയെ ഞാനൊന്ന് നോക്കിയിട്ട് സിസ്റ്ററിനെ ഞാനൊന്ന് നോക്കി. സിസ്റ്ററിൻ്റെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ എന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് ഒരു അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു, പതുക്കെ എന്ത് പറ്റി? ഞാൻ ചോദിച്ചു, ആ അമ്മച്ചി തന്നെയാണോ ഈ അമ്മച്ചി? അതേടി. ഇത്ര സുന്ദരിയായിരുന്നോ? അന്നേരം എന്നോട് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം ഈവൻ മാനേജ്മെൻറ്റുകാരെ കൊണ്ട് അമേരിക്കയിലിരുന്ന് പിള്ളേർ ചെയ്യിച്ചതാണ്. ഈവൻ മാനേജ്മെൻറ്റുകാരിട്ട പന്തലാണ്, അവരിട്ട പൂക്കളാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ സമ്മതിച്ചു അമ്മച്ചി. അന്നേരം എന്നോട് പറഞ്ഞു, കോട്ടയത്തെ ഇന്ന ഒരു ബ്യൂട്ടീഷ്യൻ്റെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആ പുള്ളിക്കാരിയെ കൊണ്ട് ഒരുക്കി കിടത്തിയിരിക്കുക, ഏറ്റവും നല്ല ബ്യൂട്ടീഷ്യനെ കൊണ്ട് അമ്മച്ചിയെ ഒരുക്കിച്ച് കിടത്തിയിരിക്കുക. ഞാൻ പറഞ്ഞു, നന്നായി, എനിക്ക് ആ ബ്യൂട്ടീഷ്യൻ്റെ നമ്പർ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, പേരെനിക്കറിയാം, നീ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ അന്ന് ശവടക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് എൻ്റെ 2 മരുമക്കളെ പിടിച്ച് 2 വസ്തു ഇരുത്തി. മക്കളെ, അമ്മ മരിക്കും. അവരെന്നോട് ചോദിച്ചു, എപ്പോഴാ? ഞാൻ പറഞ്ഞ, അതെനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ അമ്മയെ കാണാൻ ഒത്തിരി സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ വരും, അച്ഛന്മാരും ആൾക്കാരും ഒക്കെ. അതുകൊണ്ട് അമ്മേനെ ഇത്തിരി വൃത്തിക്കൊക്കെ കിടത്തണം, മെണ കൊണാന്നൊന്നും കിടത്തരുത്. നന്നായിട്ട് ഈ ബ്യൂട്ടീഷ്യൻ്റെ പേര് ഞാൻ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, കോട്ടയത്ത് എവിടെയാണെന്നാണ് പറഞ്ഞത്, ഈ ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കിക്കുന്നതായി എനിക്കും ഇഷ്ടം. അപ്പം എൻ്റെ മരുമോളും മൂത്താൾ പറഞ്ഞു, അമ്മ ചത്താൽ മതി, ഞങ്ങളേറ്റു. അമ്മ ചത്ത് തന്നാൽ മതി, ഞങ്ങളേറ്റെന്ന് പറഞ്ഞു. എന്തായാലും ആ ഒരു സമാധാനത്തിലാണ് ഞാൻ. അവരെന്നെ ഒരുക്കി കിടത്തും. ഇനിയും ഇവിടുന്ന് ഡെഡ് ബോഡി എടുക്കാൻ അച്ഛൻ പ്രാർത്ഥനകൾ തുടങ്ങി. ഞാൻ മക്കളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് ഞാൻ മനസ്സിലാക്കിയത്, മാതാപിതാക്കൾ മരിക്കുമ്പോൾ മക്കൾ യൂണിഫോം ഇടുമെന്ന്. എല്ലാവരും വെള്ളമുണ്ടും വെള്ള ഷർട്ട് പാടാന്നിരിക്കുന്ന മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിലാണ് നിൽക്കുന്നത്. എനിവേ ഞാൻ നോക്കുമ്പോൾ ആരും കരയുന്നില്ല. അപ്പോൾ ഒരു പയ്യൻ അപ്പുറത്ത് കിടന്ന് കരയുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഈ സിസ്റ്ററോട് ചോദിച്ചു, ഈവൻ മാനേജ്മെൻറ്റുകാർ കരയാനോ ആൾക്കാരെ ഏർപ്പാടാക്കിക്കോളുവോ? അന്നേരം എന്നോട് പറഞ്ഞു, അത് അമ്മച്ചിയുടെ ഡ്രൈവർ, അവൻ്റെ പണി പോയില്ല, അത് അവൻ കരയുന്നെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാനൊരു പയ്യനെ ഡ്രൈവറായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അവന് 9 വർഷമായിട്ട് ഞാൻ വിടത്തിൽ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, കരയണം, എൻ്റെ മോൻ കരയണം. അവനതിന് ഈയിടെ എന്നോട് പറഞ്ഞു, ഈ പഴഞ്ചൻ കാറ് കൊടുത്തിട്ട് ഒരു പുതിയ കാറ് വാങ്ങിക്കുന്നിട്ട് അത് എൻ്റെ പേരിലെടുക്കുക, ഞാൻ കരയാമെന്ന്. അവനിപ്പോൾ എനിക്കിട്ട് കോല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഴയ കാറ് നമുക്ക് കൊടുത്തിട്ട് നല്ല കാറ് വാങ്ങിക്കാം, എന്നിട്ട് അതെൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് ചാവ, ഞാൻ ഉറക്ക കരയാമെന്ന്. അവൻ എന്നോട് പറയുകയാണ്. ഇതാണ് ലോകം. കഷ്ടപ്പെട്ട് വളർത്തി വരുന്ന മക്കൾക്കും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ആ നമുക്കും ഇടയിൽ എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചു. ഇതായിരുന്നോ നമ്മുടെ കുടുംബങ്ങൾ മാറിപ്പോയി. ഇനി ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അപ്പൻ്റെ അമ്മയുടെയും കൈകളിലൂടെയും മക്കളിൽ വന്നു പെടുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകളേറെയാണത്രേ. പിടികിട്ടുന്നുണ്ടോ? കള്ളടിച്ച് വെളിവില്ലാതെ വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിങ്ങളിൽ എത്ര സ്ത്രീകളെ കൊണ്ടുവരും? കൈ പൊക്കിയാൽ മതി. സന്തോഷത്തോടെ
എത്ര നേരമായിരുന്നേ ഞാൻ നോക്കിയിരിക്കുന്നു, നല്ല മണമാണല്ലോ എന്നേ, ഏത് ബാറിലാന്നേ കയറിയത്, നിങ്ങൾക്ക് എങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല? എന്നാ മനുഷ്യരാ. ഓക്കെ, ഒന്നാതെ അയാളുടെ വായിന്ന് വരുന്ന കുമ്മാന്നുള്ള മണം, രണ്ടാതെ കുഴ ആട്ടവും സംസാരവും. ആ സ്ത്രീയിലുണ്ടാകുന്ന വികാരം വെറുപ്പാണ്. വെറുപ്പിൻ്റെ മൂർധന്യതയിൽ അവൾ വിളിക്കും കാല മാടൻ, പണ്ടാരക്കാലൻ, പതിവുപടി വന്നിരിക്കുന്നു. മനസ്സിൽ വെറുപ്പും പിറമേ അഭിനയമായി ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ, അവർക്കുണ്ടാവുന്ന കുട്ടി പ്രശ്നകാരിയായിരിക്കും. പിള്ളേരുടെ പ്രശ്നമല്ല. മാതാപിതാക്കൾക്കില്ലാത്ത യാതൊരു പ്രശ്നവും മക്കൾക്ക് ഉണ്ടാവുമെന്ന് കരുതരുത്. മുടക്കുമുതലനുസരിച്ചേ ലാഭം പ്രതീക്ഷിക്കാവൂ, കൊള്ള ലാഭം പ്രതീക്ഷിക്കരുത്. ടാങ്കിലുള്ളതാണ് ടാപ്പിലൂടെ വരുന്നത്, ടാങ്കിലില്ലാത്തത് ടാപ്പിലൂടെ വരില്ലല്ലോ. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഫലമായിട്ടാണ്. തുടർന്ന് വീണ്ടും അദ്ദേഹം എഴുതുന്നു, ഞാൻ പിറന്നു വീണത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ 23 ക്രോമസോമുകൾ അച്ഛൻ്റെതും 23 അമ്മയുടേതുമാണ്. മുടക്കുമുതൽ രണ്ടുപേർക്കും ഈക്വലാണ്. പപ്പയെ മുടക്കി 23, മമ്മിയും മുടക്കി 23. പക്ഷെ കൊച്ചു മിടുക്കനാണെങ്കിൽ പപ്പ എന്നാ പറയുന്നത്? അവൻ എൻ്റെ മോനാന്ന് പറയും. മോശമാണെങ്കിലോ തള്ള ഒറ്റ ഒരുത്തി, നിൻ്റെ ഒറ്റ ഒരുത്തിൻ്റെ കുഴപ്പമാണ് ഇതിങ്ങനെ ആയി പോകുന്നതെന്ന് പറയും അല്ലേ? അതെ, ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ സ്ത്രീകൾ പറയണം, അന്ന് ക്ലാസ് എടുക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞ അനുസരിച്ച് പൊന്നു മനുഷ്യനെ 23ൻ്റെ ഉത്തരവാദിത്വത്തെ ഞാൻ ഏറ്റെടുക്കത്തുള്ളൂ. ബാക്കി 23 നിങ്ങളുടെ വകയോ, ധൈര്യമായിട്ട് പറഞ്ഞു, എന്നെങ്കിലും കുഴപ്പമില്ല, എൻ്റെ നമ്പർ തരാം. അതിലൊരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 ജീനാണ്. ജീനെന്ന് പറഞ്ഞാൽ എന്നറിയോ? ഒരു കുട്ടിയുടെ നിറം നിർണ്ണയിക്കുന്നത്, പൊക്കം നിർണ്ണയിക്കുന്നത്, ഷേപ്പ് നിർണ്ണയിക്കുന്നത്, സൗന്ദര്യം നിർണ്ണയിക്കുന്നത്, ബുദ്ധി നിർണ്ണയിക്കുന്നത് ജീൻ എന്ന ഘടകമാണ്. അത് ഒരു ക്രോമസോമിൽ 10,000-ലധികം ഉണ്ട്. 46 ക്രോമസോംസ് ഒരുമിച്ച് വരുമ്പോൾ ഏതാണ്ട് 5.5 ലക്ഷം ജീനുകൾ വരുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 ലക്ഷം ജീനുകൾ മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ഈ 3 ലക്ഷം ജീൻ എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെയും മാത്രമല്ല. ഓക്കെ, അത് വല്യപ്പച്ചൻ്റെയോ വല്യമ്മച്ചിയുടെയോ കാർന്നോന്മാരുടെയോ ഇപ്പോഴത്തെ സ്റ്റഡി അനുസരിച്ച് 100 വർഷം പിറകിൽ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത നമ്മുടെ കുഞ്ഞിന് കയറി വരും. സംഭവം പിടി കിട്ടിയോ? അതായത് ഇപ്പം എന്നെ കണ്ടാൽ ചിലപ്പോൾ ഒരു 3-4 തലമുറ പിറകിൽ ജീവിച്ചിരുന്ന ഒരു വല്യമ്മച്ചെ പോലെ തന്നെയാകാം. ആ വല്യമ്മച്ചി 70ാമത്തെ വയസ്സിൽ ക്ലോസ് ആയിട്ടുണ്ടേ എങ്കിൽ എനിക്കിനി 1 വർഷത്തെ കാര്യമുള്ളൂ, പെട്ടി പാക്ക് ചെയ്താൽ മതി, 68 കഴിഞ്ഞു. പക്ഷെ അവർ 90-ലാണ്. ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ 90 കഴിഞ്ഞ് മരിച്ച വല്യമ്മമാരുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിലേത് ജീനായി എനിക്കെന്നൊന്ന് തപ്പിപ്പിടിക്കുക. അതെ, അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാരമ്പര്യം മാറ്റാൻ പറ്റില്ല. ഈ കുട്ടികളെ നിങ്ങളെ ശൂരനാട്ടല്ല, നേരിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കൊണ്ട് ഇരുത്തി പഠിപ്പിച്ചാലും പാരമ്പര്യം കാണിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? രണ്ടാമത്തേത് സാഹചര്യങ്ങളെന്ന് പറയും. സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ വീട്ടിൽ കിട്ടുന്നത്, സ്കൂളിൽ കിട്ടുന്നത്, പള്ളിയിൽ കിട്ടുന്നത് ഒക്കെ സാഹചര്യങ്ങളാണ്. ഇതുപോലും ഒരു സാഹചര്യമാണ്. നല്ല സാഹചര്യങ്ങളിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ പാരമ്പര്യമായിട്ട് ഇനി ഇത്തിരി കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പോലും നല്ല സാഹചര്യങ്ങൾ കൊടുത്താൽ അവർ അവർക്ക് മെച്ചപ്പെട്ട് വരാം. അതുകൊണ്ട് ഞാൻ പിള്ളേരോട് പറയുന്ന ഒരു ഭാഗം, നല്ലത് എവിടുന്ന് കിട്ടിയാലും സ്വീകരിക്കാൻ പഠിക്കണം മക്കൾ. ചിലപ്പം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഒരു ദിവസം മുഴുവൻ കേട്ടാലും നിങ്ങൾക്ക് കിട്ടുന്ന 2-3 കാര്യങ്ങളെ കാണത്തുള്ളൂ. അത് നിങ്ങൾ ജീവിതത്തിലൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ നല്ല സാഹചര്യങ്ങളെ ചൂസ് ചെയ്യുക. ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് പിള്ളേരോട്, യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയാൻ, നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള പിള്ളേരാവുക. യെസ് എന്ന് പറയാനുള്ളിടത്ത് എസ് എന്ന് പറയണം, നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയണം. അതാണ് ഇന്ന് പറ്റാത്തത്. ഈ ഒരാഴ്ചയിൽ മുഴുവൻ എനിക്ക് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് എല്ലാം പ്രേമം, ഒളിച്ചോട്ടം, വീടിനകത്ത് വിളിച്ച് കയറ്റുക,
ഒരെണ്ണം എനിക്കറിയില്ലേ, കണ്ടുപിടിച്ചത് കൂടെ പഠിക്കുന്നൊന്നും അല്ല. ഓട്ടോറിക്ഷ ഈ ഒരു MSc B.Ed പെണ്ണ്, അവൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയതാണ്. അവൾ ക്രിസ്ത്യനാണ്. അവിടെ അപ്പന് ദോഹയിൽ കിടന്ന് കഷ്ടപ്പെട്ട ഒരു വീട് ഇച്ചിരി സംഭവമൊക്കെ ഉണ്ടാക്കി അയാൾ ഇവിടെ വന്ന് ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് കൂടിയതാണ്. പെങ്കൊച്ച് MSc കഴിഞ്ഞ് B.Ed പഠിക്കുകയാണ്. അങ്ങനെ നടന്നു പോകാതിരിക്കാൻ ഓട്ടോയെ കയറ്റി വിട്ടതാണ്. അവസാനം ഓട്ടോക്കാരൻ്റെ കൂടെ ഒരു ദിവസം അങ്ങ് പോയി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവരുടെ വീട്ടിലെ ആഹാരം പറ്റുന്നില്ല, അവരുടെ കട്ടിലെ കിടക്കാൻ മെത്തയില്ല, അവരുടെ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് അവൾക്ക് അപ്പി പോകുന്നില്ല, അങ്ങനെ അവരുടെ ഭക്ഷണം പറ്റുന്നില്ല, പിന്നെ അവനെ ഇങ്ങനെ മേടിച്ചു കൊണ്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയായി അവൾ അവസാനം അമ്മേനെ വിളിച്ചു. അമ്മയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഏതായാലും പോയതല്ലേ മോള്, കുറച്ച് നാൾ അവിടെ നിൽക്ക്, പോയ സ്ഥിതിക്ക്. അപ്പം അവള് അപ്പൻ്റെ അനിയനെയോ അനിയൻ്റെ ഭാര്യയോ ഒരു ടീച്ചറാണ് പുള്ളിക്കാരി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു രജിസ്റ്റർ മാരേജ് കഴിച്ചിട്ടില്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോയതല്ല, നിയമപരമായിട്ട് അവൻ്റെ ഭാര്യയാണ് അവള്. പിടിച്ചുകൊണ്ട് വരാനും നമുക്ക് പറ്റില്ല, നിനക്ക് പിടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. ഇനി വിവാഹമോചനം നടത്തണം, അതിന് റെഡിയാണെങ്കിൽ നമുക്ക് വേറെ വഴിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അവൻ റെഡിയല്ല. അവള് പെട്ടുപോയിരിക്കുകയാണ്. ഇങ്ങനത്തെ കേസൊക്കെ വരുന്നത്. ഇതൊന്നും പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കേട്ടോ. എന്നൊക്കെ പറഞ്ഞാലും മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള ചേട്ടന്മാർ പറയുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ സാഹചര്യങ്ങൾ ചൂസ് ചെയ്യുക, അതാണ് ഞാൻ പറഞ്ഞത്. മൊബൈൽ നല്ലതാണ്, അത് മോശമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്കറിയില്ല അതിനകത്ത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ മൂന്നാമത്തെ റോൾ മോഡൽസ് എന്ന് പറയും. റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ മാതൃകകളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ജീവിതത്തിൽ ജീവിത വിജയം നേടിയ ആരെങ്കിലും പോലെയാകണമെന്ന് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പറ്റി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? റോൾ മോഡൽസിനെ കാണുന്നുണ്ടോ? എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എൻ്റെ അപ്പനായിരുന്നു. അത്രയും നല്ലൊരു മനുഷ്യൻ. എനിക്കറിയാം, എൻ്റെ ചാച്ചൻ എന്നെ കൊണ്ടു നടന്ന് കോമ്പറ്റീഷൻസിനും പ്രസംഗിക്കാൻ വേദികളിൽ നിന്ന് വേദികളിലേക്ക് കൊണ്ടുപോയി. ചാച്ചൻ പ്രസംഗിച്ചപ്പോഴാണ് ഇതെൻ്റെ കയ്യിൽ മൈക്ക് പിടിച്ചു തന്ന് ആദ്യമായിട്ട് പ്രസംഗം എഴുതി തന്ന് കാണാതെ പഠിപ്പിനിട്ട് ഒരു വെച്ച് കൊടുത്തു. അവൻ്റെ നെറ്റിക്ക് 14 സ്റ്റിച്ച്. ഇറങ്ങി ഓടി വീട്ടിൽ നിന്ന്. ഇപ്പോൾ വരുന്ന വഴക്കുകളാണ്, നിങ്ങൾ ഉറഞ്ഞു തുള്ളുക. ഈ പിള്ളേരൊക്കെ എന്നൊക്കെയാണ് കാണിക്കുന്ന പിള്ളേർ. അല്ല ദേഷ്യം വരുക, ചീത്ത വിളിക്കൊന്നും അല്ല. കുടുംബം എന്ന് പറയുന്ന ഒരു വല്ലാത്ത സ്ഥലമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകകളാകണം. അല്ലെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും റോൾ മോഡൽസ് ഉണ്ടാവണം. കാരണം എൻ്റെ മുറി നിറയെ എൻ്റെ കൊച്ചുമക്കൾ, എനിക്ക് 4 കൊച്ചുമക്കളാണ്, അവരെഴുതി വെച്ചിട്ടുണ്ട് യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ് മാ ഇൻ ദ വേൾഡ്. ഈയിടെ എൻ്റെ കെട്ടിയോൻ പറയുക പെയിൻറ്റ് ചെയ്യാന്ന് വീട്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അന്നേരം പറഞ്ഞു ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ മുറി വൃത്തികേടായെന്ന്. അയാളുടെ പേരില്ല. മനസ്സിലായില്ലേ? കുശുമ്പ്, കുഞ്ഞാഴ്മ. ഞാൻ പറഞ്ഞു ഞാനിത് ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടിയ അവാർഡാ. അവരോട് അക്ക് കളിച്ചും കണ്ടേപാത്ത കളിച്ചും അവരോട് ഡാൻസ് കളിച്ചും പാട്ടുപാടിയും കഥ പറഞ്ഞും ഞാൻ ഉണ്ടാക്കിയെടുത്ത അവാർഡാ അത് നിങ്ങൾ അവിടെ തിണ്ണയിൽ കാലും വെച്ച് പത്രം വായിച്ചിരുന്ന് കിട്ടൂല. ഇത്തിരി പാടാത് കിട്ടണമെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾക്കൊരാത്മപരിശോധനയുടെ ദിവസമാവട്ടെ മാതാപിതാക്കളെ. ഇത് നല്ല മാതാപിതാക്കളാണോ നമ്മൾ? നമ്മുടെ കയ്യിൽ മക്കൾക്ക് കൊടുക്കാൻ ലക്ഷങ്ങളുണ്ടോ, ഏക്കറുകളുണ്ടോ, സ്വർണ്ണമുണ്ടോ? ഇതൊന്നും വേണ്ട അവർക്ക്. നല്ല അപ്പനും അമ്മയും ഉണ്ടാവുക. ഈ ലോകത്തിൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് നമ്മളാണ്. അവർക്ക് നല്ലൊരു അപ്പനും അമ്മയും ഉണ്ടായിരിക്കുക. ഇനി മക്കളോട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നാണെന്നറിയാമോ? മക്കളാണ്. നല്ല മക്കളുണ്ടാവുക. ഞാൻ ഓരോ ദിവസവും പേപ്പറിൽ, ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട 27 വെട്ടി ഭാര്യയെ ഒരു ചെറുപ്പക്കാരൻ കൊന്നു. അവന് നല്ല ജോലിയൊക്കെയുള്ള പയ്യനാണ്, ഹൈലി ക്വാളിഫൈഡാണ്, ഇവളും എഡ്യൂക്കേറ്റഡാണ്. ഇരുവനെ കുറിച്ചല്ല ചിന്തിച്ചത്, അവൻ്റെ മാതാപിതാക്കളെ കുറിച്ചാണ്. മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചങ്കുരുകി മനമുരുകി നിൽക്കുന്ന മാതാപിതാക്കളെ കുറിച്ച്. ഇതൊന്നൊന്നും അല്ല നമ്മൾ കാണുന്നത്, അല്ലേ? എന്തോരാണ് എല്ലാ ദിവസവും പേപ്പറിൽ നമ്മുടെ മുന്നിൽ വരുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നു, ഭാര്യയെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യാനുള്ള പ്രചോദനം? അതുകൊണ്ട് നമുക്കൊരു തിരിച്ചുപോക്ക് അനിവാര്യമായിരിക്കുന്നു. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അതിൻ്റെ സർവ്വവിധ പ്രതാപങ്ങളോടും കൂടി
പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളൊന്ന് പുനഃപ്രതിഷ്ഠിച്ചാൽ നന്നായിരിക്കും. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മീയതയെ, മനുഷ്യനെന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നുറ കൂടുന്നതാ. ശരീരം എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം, അതിനെ നമ്മൾ ഭംഗിയായി കൊണ്ട് നടക്കും, കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിപ്പിച്ച് നല്ല സ്റ്റൈല് കൊണ്ട് നടക്കും. പക്ഷെ നമുക്കറിയാലോ, ഏറിയാൽ എത്ര ആയുസിൻ്റെ ദൈർഘ്യം? എറിയാൽ അല്ലേ, ഈ ശൂരനാട്ടം എറിയാൽ 70 ഞാൻ പോവുക വേഗം. നമുക്കിനി അധികം നേരമില്ലല്ലോ. 85-90 താന്നേ. എറിയാൽ 8 years. ഇപ്പം ഉണ്ടല്ലോ, ലോകാരോഗ്യ സംഘടനയുടെ ഒരു പുതിയ ലേറ്റസ്റ്റ് സ്റ്റഡി ഉണ്ട്. വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് വായിക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 80 വരെ മധ്യവയസ്സാ. അറിയാവോ? ഞങ്ങൾ ചെറുപ്പക്കാരാ. അതെ, അതുകൊണ്ട് എറിയാൽ 8 years. അത്രയും വർഷം ജീവിക്കാനുള്ള പരാക്രമമാണോ മനുഷ്യൻ കാണിക്കുന്നത്? ആണോ? മനുഷ്യനിൽ ആസക്തികൾ കൂടി അല്ലേ? എന്തിനോടൊക്കെ, കള്ള, വെണ്ണ, ഡ്രഗ് ഒക്കെ ഉണ്ട്. രണ്ടാമത്തത് ആത്മാവാണ്. ദൈവത്തിന് നമ്മളിലെ അംശമാണ് ആത്മാവെന്നും മരണശേഷം ഈ ആത്മാവ് ദൈവത്തോട് ചേരുമെന്നും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതിനുള്ള സ്പിരിച്വാലിറ്റി ആർക്കാണുള്ളത്? എന്താണ് ആത്മീയത? ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതാണോ ആത്മീയത? മർത്തമറിയ സമാജത്തിൽ പ്രവർത്തിക്കുന്നതാണോ ആത്മീയത? അല്ല. എന്താണ് ആത്മീയത? കൊന്ത കഴുത്തലിടുന്നതാണോ ആത്മീയത? അല്ല. സ്പിരിച്വാലിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ക്രമമാണ്. പണ്ടത്തെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. സന്ധ്യയാകുമ്പോൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന, ബൈബിള് വായിക്കുന്ന, പാട്ടുപാടുന്ന, ഒരുമിച്ചിരിക്കുന്ന, ഒരുമിച്ച് കൂടുന്ന അന്തരീക്ഷം പണ്ടത്തെ കുടുംബങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് സീരിയലിന് അഡിക്റ്റായ കുറേ അമ്മച്ചിമാർ. കഴിഞ്ഞ ദിവസം ഇത്ര ഉള്ളൊരു കൊച്ചിനെ കൊണ്ട് വന്നിരിക്കുക, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് അപ്പടി വൈകല്യങ്ങളാണെന്ന് അമ്മ പറഞ്ഞു, ഒത്തിരി കുഴപ്പങ്ങൾ പറഞ്ഞു. അപ്പം ഇവളോട് ഞാൻ ചോദിച്ചു, മോനെ ഏതൊക്കെ സമയത്താണ് പ്രാർത്ഥിക്കുന്നത്? അതില്ലേ, പ്രാർത്ഥിക്കുന്ന കുടുംബവിളക്ക് കഴിഞ്ഞിട്ട് പിന്നെ സ്വാതന്ത്ര്യ സീരിയൽ കഴിഞ്ഞിട്ട്, മൊത്തം സീരിയലാണ് എന്നോട് പറയുന്നത്. കുടുംബവിളക്ക് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കഴിഞ്ഞ് പിന്നെ അതിനിടയ്ക്ക് വേറെ ഏതാണ്ട് പറഞ്ഞാൽ അമ്മച്ചി കാണുകയില്ല. അന്നേരം ചിലപ്പോൾ അമ്മച്ചി പറയും, പാടി പാടറി. പിള്ളേർ നല്ലതാവും അല്ലേ? പിള്ളേർ നല്ലതാവും പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ട് അമ്മച്ചിമാര്. അതെ, പിള്ളേർ കാണുന്നതൊക്കെയാണ് അവരുടെ തലയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം അമ്മച്ചിമാരെന്ന് അപ്പച്ചന്മാർ സീരിയൽ. അപ്പോൾ അമ്മച്ചീനോട് പറഞ്ഞു, ഞാൻ നിർത്താമെന്ന് വെച്ചാലും അത് ഞാൻ 2 സീരിയൽ കാണണം, സ്വാതന്ത്ര്യവും കുടുംബവിളക്കും. അത് ഞാൻ 2 സീരിയൽ കാണണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അമ്മച്ചി അപ്പച്ചൻ്റെ തലയിലോട്ട് അത് വെച്ചു. എനിവേ, കുടുംബത്തിൽ അത് നഷ്ടമായി എന്നാണ് ഞാൻ പറഞ്ഞത്. ആത്മീയത നഷ്ടമായി. ഞാൻ ഇവിടെ ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ, പത്തനംതിട്ടയാണ് സ്ഥലം ഞാൻ പറയുന്നില്ല, പത്തനംതിട്ട ജില്ലയാണ്. ഞാനിതുപോലെ ഇരുന്നു, സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ വികാരി അച്ഛൻ എല്ലാം അങ്ങ് വരെ ബെഞ്ചിൽ ആൾക്കാർ ഇരിക്കുക. കൈമുത്തിന് മുന്നുള്ള പ്രസംഗമാണ്. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് പറഞ്ഞു, അതെ ഇപ്പം നോക്കണ്ട കേട്ടോ, പുറകിലത്തെ ബെഞ്ചെന്ന് മുന്നോട്ട് വരുമ്പം 3ാമത്തെ ബെഞ്ചിൽ പച്ച സാരി കണ്ടോ? കണ്ടച്ചാ, പച്ച സാരി കണ്ടു. അതെ, തലക്കലത്തെ ബെഞ്ചെന്ന് പുറകോട്ട് പോവും, 3ാമത്തെ ബെഞ്ച് കണ്ടു. ചുമലച്ചുരിദാറ് കണ്ടോ? നോക്കാച്ചാ, നോക്കാം. ഞാൻ കണ്ടച്ചാ, കണ്ടു. ചുമലച്ചുരിദാറ്, പച്ച സാരി. അമ്മായിമേ മരുമോളുവാണ്. അതെ, അവർ 2 കഞ്ഞിയാ വീട്ടില്. മേളത്തെ നിലയിലും മരുമോള്, താഴത്തെ നിലയിൽ അമ്മായിമ ഒറ്റയ്ക്ക്. അമ്മായിമ ഉണ്ടാക്കുന്ന മരുമോള് കഴിക്കില്ല, മരുമോൾ ഉണ്ടാക്കുന്ന അമ്മായിമ കഴിക്കില്ല. അമ്മായിമോട് മരുമോള് മിണ്ടത്തില്ല, മരുമോളോട് അമ്മായിമ മിണ്ടത്തില്ല. കൊച്ചുമക്കൾ പോലും അമ്മയുടെ കയ്യിൽ നിന്ന് 1 ഉരുള ചോറ് വാങ്ങിക്കാൻ മരുമോള് സമ്മതിക്കില്ല. 2ഉം പള്ളിയിൽ വന്നിരിക്കുക. നല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. സ്വന്തം വീട്ടിൽ മാതാപിതാക്കളോട് ക്ഷമിക്കാതെ തമ്പുരാൻ്റെ മുന്നിൽ വന്നിരുന്നാൽ തമ്പുരാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ നടക്കില്ല അതൊന്നും. ആദ്യം ചെയ്യേണ്ടത് സ്വന്തം വീട്ടിലുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാതെ തമ്പുരാൻ എങ്ങനെ നമ്മളോട് ക്ഷമിക്കുന്നേ? മനസ്സിലാവുന്നുണ്ടോ? പല വീടുകളിൽ 4 കഞ്ഞി വരെ വെക്കുന്ന വീടുകളാണ് വരുന്നത് ഇപ്പം. കാരണം ഈ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഇറങ്ങി കാരണം ബെഡ്റൂമിൽ കഞ്ഞി വെക്കാം. അതെ, പ്രഷർ കുക്കർ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് അതിനിപ്പോൾ അടുപ്പൊന്നും കൂട്ടണ്ടല്ലോ. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, ആത്മീയത എന്ന് പറയുന്നത് പ്രാർത്ഥനയും വഴിപാടും ഒന്നും അല്ല, നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ട് ഒരാത്മപരിശോധന, ജീവിതം ക്രമീകരിക്കണം. പിള്ളേരോട് ഞാൻ പറയുന്നതാണ്, ആത്മീയതയിൽ വളരുന്ന ഒരു കുഞ്ഞ് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പഠിക്കാൻ പോയാലും ജോലിക്ക് പോയാലും അവൻ ഒരിക്കലും വഴിപിഴയ്ക്കാനാവില്ല.
ഞാൻ വിശ്വസിക്കുന്നു അത്. അതെ, ഞാനത് വിശ്വസിക്കുന്നു. എനിക്കറിയാം, ഞാൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നയാളാണ്. എന്തോരം നല്ല പിള്ളേരെ ഞാൻ കാണാറുണ്ട്, എന്തോരം നല്ല പിള്ളേർ. ഇവിടുന്ന് എവിടെ പോയാലും അവർ അവിടെ ചെന്ന് നോക്കും, യൂത്ത് സംഘടനയുണ്ടോ, ഓർത്തഡോക്സ് പള്ളിയുണ്ടോ, അംഗത്വം എടുക്കാവോ. ആദ്യം അവരത് തപ്പും. അതെ, അവരെ വളർത്തി വിടണം. പക്ഷെ ഇപ്പം അങ്ങനൊന്നും അല്ല. സാത്താൻ സേവയും ഓജോ ബോർഡും എനിക്ക് വരുന്ന ചെറുപ്പക്കാരൊക്കെ തലയോട്ടി വെച്ചും എല്ലും കഷ്ണം വെച്ചും പൂജിക്കുന്ന പിള്ളേരുടെ കേസുകൾ പോലും ഞാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ആത്മീയതയൊന്നും അല്ല പിള്ളേരുടെ. അതുകൊണ്ട് നിങ്ങളറിയണം നമ്മുടെ മക്കൾക്ക് ആത്മീയതയുണ്ടോ. മൂന്നാമത്തേത് മനസ്സാണ്. ഈയിടെ ഒരു ജേർണലിൽ ഞാൻ വായിച്ചു, ഇന്ത്യയിൽ മാനസിക രോഗികളുടെ എണ്ണം ഭയാനകമായി കൂടുന്നു. അവരുടെ കണക്കനുസരിച്ച് കേരളത്തിൽ 5 വീട്ടിലൊരാൾക്ക് വട്ടുണ്ടെന്നാണ്. ഈ ഇടവകയിൽ എത്ര വീട്ടുകാരുണ്ടോ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നെൽസൺ അച്ഛന് സ്വന്തമായിട്ട് അത്രയും വട്ടന്മാരോ വട്ടികളോ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതെ അല്ലെ, ശരിക്കും നമുക്ക് ശകലം കുഴപ്പമില്ലേ? ചിലപ്പോൾ അമ്മ പറയാറില്ലേ, എനിക്ക് വട്ട് കയറി നിൽക്കുക, പോന്നുണ്ടോടിയോ അവിടെ പറയാറില്ല. പപ്പയോട് പറയല്ലേ, പോ മനുഷ്യനെ വട്ട് പിടിച്ച് നിൽക്കുമ്പോഴാ എല്ലാവരും പറയാറുള്ളതാ. അതെ, ശകലം വട്ടമുണ്ടല്ലേ. അതെ, വേറൊരു കണക്കുണ്ട്, അമേരിക്കയിൽ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വട്ടുണ്ടെന്ന്. നേരാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. മനുഷ്യന് ശരീരവും മനസ്സും ആത്മാവും ബാലൻസ്ഡ് ആകണം. ശരീരവും മനസ്സും ആത്മാവും ബാലൻസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് 6 വിഷയം പഠിക്കാനുണ്ടെന്ന് വെച്ചു. 5 വിഷയത്തിന് 100ൽ 100, ഒരു വിഷയത്തിന് 0. നമ്മൾ ജയിക്കുമോ? ജയിക്കില്ല. 6 വിഷയത്തിന് പാസ് കിട്ടണം. ഫുള്ള് കിട്ടുമൊന്നും വേണ്ട, പാസ് മാർക്ക് കിട്ടിയാൽ നമ്മൾ ജയിക്കും. അതുകൊണ്ട് ഏത് വിഷയത്തിലാണ് നമ്മൾ പിറകിലെന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഒരു കുട്ടികളെക്കുറിച്ച് ഇച്ചിരി പറഞ്ഞോട്ടെ. കുട്ടികളുടെ വളർച്ചയിൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പേഴ്സണാലിറ്റി പാരമ്പര്യമായിട്ടും സാഹചര്യങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഒരു കുട്ടിയുടെ വളർച്ചയിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെയാണ് വളർച്ച പോകുന്നത്. അറിയാമല്ലോ, ശൈശവം എപ്പോൾ മുതൽ എപ്പോൾ വരാമെന്നറിയാമോ? ജനിക്കുമ്പോൾ തുടങ്ങി 4 വയസ്സ് വരെയുള്ള സമയത്തെയാണ് ശൈശവം എന്ന് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ 4 വയസ്സ് വരെയുള്ള സമയം. ഈ സമയം നമുക്കറിയാം, നമ്മുടെ അമ്മ നമ്മളെ വയറ്റിലിട്ട് ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിച്ച് മുലപ്പാൽ തന്ന് അപ്പികോരി മൂത്രം കോരി നെഞ്ചോട് ചേർത്ത് വെച്ച് അസുഖങ്ങൾ വന്നപ്പോൾ ആശുപത്രി വരാന്തകളിലൂടെ ഉറക്കളിച്ച് നടന്ന് പാല് അല്ലെങ്കിൽ എന്താ പറയുക കുറുക്കൊക്കെ വായിക്കകത്തോട്ട് മൂക്കെ പിടിച്ച് ഒഴിച്ച് തന്ന് കഷ്ടപ്പെട്ടാണ് വളർത്തിയതാണല്ലോ. ആണോ? അതോ നിങ്ങളുണ്ടായപ്പോഴേ ഇത്ര ഉണ്ടായിരുന്നോ? ഇത്രയായിട്ടാണോ പ്രസവിച്ചത്? അല്ല, അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. എന്നിട്ടാണോ ഇടയ്ക്ക് അമ്മയോട് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കറിയാം അമ്മയ്ക്ക് ഇപ്പം എന്നോടല്ല ഇഷ്ടം പറയാറില്ലേ? അമ്മയ്ക്ക് അവനോടാ ഇഷ്ടം, അമ്മയ്ക്ക് അവളോടാ ഇഷ്ടം. നിങ്ങൾ പറയാറില്ലേ ഇങ്ങനെ? എന്നാൽ അങ്ങനെ അല്ല, നിങ്ങളെ അങ്ങനെ തന്നെയാണ് വളർത്തിയത് കേട്ടോ. അപ്പോൾ 4 വയസ്സ് വരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഉറപ്പാണോ? വരവ് വെക്കാവോ? മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 4 വയസ്സ് വരെയാണ് ഒരു മനുഷ്യൻ്റെ തലച്ചോറ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ 4 വയസ്സ് വരെ കൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ 95% ഡെവലപ്മെൻറ്റ്സും അതിൻ്റെ വളർച്ച പൂർത്തിയാക്കും. നമ്മൾ ഭാവിയിൽ ആരായി തീരുമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് 4 വയസ്സിന് മുമ്പെയാണ്. അത് കഴിഞ്ഞ് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഈ 4 വയസ്സ് വരെ നമ്മൾ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെയാണ് വളർന്നത്, ആണല്ലോ. അതെ, അപ്പം നന്ദി വേണം. എന്നാ വേണ്ടത്? നന്ദി. ഇടയ്ക്കിടയ്ക്ക് പറയണം, താങ്ക് യു അമ്മ, താങ്ക് യു അപ്പ. 4 വയസ്സ് നമ്മളെ വളർത്തിയില്ലേ. ഇനി 4 വയസ്സ് കഴിഞ്ഞ് 5 മുതൽ 10 വരെയുള്ള സമയത്ത് ബാല്യം എന്നാണ് വിളിക്കുക. ബാല്യം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ സമയമാണ്. ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കയ്യെ പിടിച്ച് സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നു അല്ലേ. ഒന്നുകിൽ അമ്മ, അപ്പൻ, അല്ലേ ആരെങ്കിലും. അതുപോലെ തന്നെ നമുക്കവർ എന്താ പറയുക ഹോംവർക്ക് ചെയ്തു തന്നു, ശരിയല്ലേ? കൈ കഴിക്കുന്നെന്ന് പറയുമ്പോൾ അമ്മയല്ലേ ബാക്കി. അതെ, ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ വരയ്ക്കുമ്പോൾ പറയാം എൻ്റെ കൈ കഴിക്കുന്നു, അപ്പോൾ ഞാൻ വരച്ചേക്കാമെന്ന് പറയും. അവൻ വരയ്ക്കും. ഇപ്പോൾ എനിക്ക് UKG കാരനടുത്തുണ്ട്, അവനെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പോവാം. അപ്പം എല്ലാ ദിവസവും ഞാൻ അവനിങ്ങനെ അക്ഷരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അവന് വേറെ സ്ഥലത്താണ്, എറണാകുളത്താണ്. അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ വന്ന സമയത്ത് അവനെ ഞാൻ മലയാളം പഠിപ്പിക്കുക. റാ പഠിപ്പിച്ചു. റാ ഒരു അത്ഭുതമെന്ന് ഞാൻ അവനെ പഠിപ്പിച്ചു. റാ കൊണ്ട് വായ ഉണ്ടാക്കാം, താഴെ ഉണ്ടാക്കാം, പായ ഉണ്ടാക്കാം, നായ ഉണ്ടാക്കാം, അങ്ങനെ ഞാൻ പഠിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവനെ ചർച്ചിൻ്റെ സ്പെല്ലിങ് പഠിപ്പിച്ചു. ചർച്ച് CHURCH ആണ്. നമ്മൾ ഈശോയുടെയാണ്, ഈശോയുടെ കുഞ്ഞാണ്,
ഈ കഥയാണ് ഇന്ന് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ഗ്രാൻഡ്മ ഇന്ന് ഇതാണ് പഠിപ്പിച്ചത്. അവള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്ക് യു അമ്മ, ഈ ഒരു ജീവിതം മുഴുവൻ ഇരുന്നാൽ ഈ കഥ എനിക്ക് പഠിക്കാൻ എനിക്കറിയില്ല അമ്മ പറഞ്ഞു കൊടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചെ ഞാനിത് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഏതോ കന്യാസ്ത്രീ പറഞ്ഞു തന്നാ, അത് അന്ന് എൻ്റെ തലയിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഇതിപ്പം ഞാൻ പഠിച്ചതൊന്നും അല്ല, ഇത് ഞാൻ പഠിച്ച സൈക്കോളജിയിലൊന്നും പഠിച്ചതൊന്നും അല്ല. 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഏതോ ഒരു കന്യാസ്ത്രീ പറഞ്ഞു തന്ന എൻ്റെ തല കിടന്നത് ഞാൻ നിൻ്റെ മോന് കൊടുത്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് CH കിട്ടിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുട്ടിയുടെ വളർച്ചയിൽ 17-18 വയസ്സ് കഴിഞ്ഞാണ് കുട്ടികളുടെ കേസുകൾ വന്നിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് 1ാം ക്ലാസ് മുതൽ കേസുണ്ട്. ഒരു രസം കേൾക്കണം. ഈയിടെ എനിക്കൊരു കേസ് വന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. കുഴപ്പമുണ്ടോ? പറ. കുഴപ്പമില്ല. പിന്നെ എത്രാം ക്ലാസ് മുതലാണ് കുഴപ്പം? എത്രാം ക്ലാസ്സാ? 8ാം ക്ലാസ്. 8ാം ക്ലാസ് വരെ കൊടുക്കാം. എനിവേ പിന്നെ ഈ പെങ്കൊച്ച് കിടന്ന് കരഞ്ഞു. കേസ് ടീച്ചറിൻ്റെ ടേബിളിലെത്തി. ടീച്ചർ വിളിച്ചു, എന്നാടി മോങ്ങുന്നോന്ന് ചോദിച്ചു. ഈ ചെറുക്കൻ എനിക്ക് ഉമ്മ വന്നെന്ന് പറഞ്ഞു. ടീച്ചർ ഒരു നിമിഷം ആലോചിച്ചു. നിൻ്റെ അപ്പൻ നിനക്ക് ഉമ്മ തരാറില്ലേ? ഉണ്ട്. നിൻ്റെ അപ്പന് സഹോദരന്മാരുണ്ടോ? പപ്പായി കൊച്ചുപാപ്പി ഉണ്ട്. ഉമ്മ തരാറുണ്ടോ കൊച്ചുപാപ്പി? ഉണ്ട്. നിനക്ക് അമ്മയ്ക്ക് ആങ്ങളമാരുണ്ടോ? ഉണ്ട്. ഡെന്നിയങ്കിൾ ഉമ്മ വന്നിട്ടുണ്ടോ? ഉണ്ട്. നിനക്ക് നിൻ്റെ ചേട്ടൻ അറിഞ്ഞില്ലേടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അവന് ഉമ്മ തരാമല്ലോ? ഉണ്ട്. ടീച്ചർ ഇങ്ങനെ കുറേ ആണുങ്ങളുടെ എല്ലാം കാര്യം ചോദിച്ചു പറഞ്ഞു, ഇവരൊക്കെ എനിക്ക് ഉമ്മ വന്നിട്ടില്ല, അത്രയും ഒരു ഉമ്മ എളുപ്പമായിരിക്കടി അവിടെ നിന്ന് പറഞ്ഞു. ടീച്ചർ കേസ് തീർത്ത് വിട്ടു. പക്ഷെ പോയ വഴിക്ക് ഈ ചെറുക്കൻ ഈ പെണ്ണിനെ കെട്ടിപ്പിടിച്ച 5-6 ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് ടീച്ചറിൻ്റെ അടുത്തെങ്ങാനും പറഞ്ഞാൽ നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുപോയി കെട്ടു എന്ന് പറഞ്ഞു. പെണ്ണ് കിടന്ന് ഭയങ്കര കരച്ചിൽ. കേസ് വീണ്ടും ടീച്ചറിൻ്റെ ടേബിളിലെത്തി. ടീച്ചർ വിളിച്ചു, നീ എന്താടി നീ മോങ്ങുന്നോന്ന് ചോദിച്ചു. ടീച്ചർക്ക് എന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടു. ടീച്ചർ അവസാനം ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ തലേദിവസം ഏഷ്യാനെറ്റിൽ ഒരു സിനിമ ഉണ്ട്, നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനും കൂടെ ഉർവശിയെ പായ്ക്കകത്ത് തീർത്തുകൊണ്ട് പോകുന്ന ഒരു മിഥുന സിനിമയ്ക്കകത്ത്. അവൻ തലേദിവസം കണ്ട സിനിമയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു വെച്ചെന്നാറ്, ഇവിടെ എനിക്കിഷ്ടം. 1ാം ക്ലാസ്സാ. വേറെണ്ണം വന്ന ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ചെറുക്കൻ, അല്ല പെണ്ണ്, 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുക്കൻ എഴുതിയ ഒരു പ്രണയലേഖനോ, ഞാനതെന്നും വായിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ്. ആരും അത്രയും എനിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്റ്റോ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അടുത്ത ലൈൻ, ഒത്തിരി കുത്തു 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 കുത്ത്. അടുത്ത ലൈൻ, ഒത്തിരി പിന്നെയും ക്രിസ്റ്റോ, നീ ഒരിക്കലെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത ലൈൻ, പക്ഷേ. അടുത്ത ലൈൻ, ക്രിസ്റ്റോ നീ വന്നില്ല, നീ എന്നോടൊന്നും പറഞ്ഞില്ല. ഈ കത്ത് കിട്ടിയാലും ക്രിസ്റ്റോ നീ എൻ്റെ ക്ലാസ്സിൽ വരണം, എന്നോട് പറയണം ഐ ലവ് യു. എല്ലാ ലൈനിൻ്റെ ആദ്യത്തെ അക്ഷരം സ്കെച്ച് പെൻ വെച്ച് നല്ല തിക്കായിട്ട് ചുമല പച്ച നീല മഞ്ഞ ഡെക്കറേറ്റഡ് ലെറ്ററാണ്. എന്നിട്ട് അവൾ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു 100 times ഐ ലവ് യു, 1000 times, 20,000, 30,000, 40,000, 1 lakh വരെ ഐ ലവ് യു എന്ന ദിവ്യ ഒപ്പ്. ഇത് ഇവളുടെ കൂട്ടുകാരിയുടെ കൊടുത്തു. ക്രിസ്റ്റോയ്ക്ക് കൊടുക്കാം. പക്ഷെ കൂട്ടുകാരിക്ക് അന്ന് പരുവത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അവളത് ചുമന്ന് കെട്ടി വീട്ടിൽ കൊണ്ടുപോയി. അമ്മ ചോറ്റാത്രം എടുക്കാൻ ബാഗ് തുറക്കുക, അമ്മയുടെ കയ്യിൽ കിട്ടി. അമ്മ ഇവക്കൂട്ട് 2 പൊട്ടീര് കൊടുത്തിട്ട് ഇത് ചുമന്ന് കെട്ടി പിറ്റേ ദിവസം രാവിലെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വന്നു. ഒരു കന്യാസ്ത്രീയാണ് പ്രിൻസിപ്പൽ, ചങ്ങനാശ്ശേരി ഒരു സ്കൂളിലെയാണ്. സിസ്റ്റർ എന്നെ വിളിച്ച്, ഗ്രേസ് അവിടെ ഉണ്ടോ? ഉണ്ട്. അതെ, ഒരു കാന്താരി പോലൊരു സാധനവും അതിൻ്റെ അപ്പനും അമ്മയും കൂടെ ഞാൻ വിളിപ്പിച്ച് അങ്ങോട്ടൊന്ന് വിടാം, എനിക്കറിയില്ല ഇതിനോടൊക്കെ എന്നാ പറയണമെന്ന്. ഗ്രേസ് ഒരു കൗൺസിലിംഗ് ഒന്ന് കൊടുത്തു വിടാവോ? ഇത് ഇത്രയുള്ള കൊച്ചാണ്. അവിടെ മനസ്സിൽ ഇത്ര പ്രണയം എവിടുന്നാ വരുന്നത്? ഇതൊന്നൊന്നുമല്ല, ഇങ്ങനെ കുറേ കേസുകൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന മാതാപിതാക്കളുടെ അറിവിൽ, പിള്ളേരുടെ അറിവിൽ ഒരു കാര്യം, പണ്ട് ഒരു കുട്ടിയിൽ കൗമാരത്തിൽ തോന്നിയിരുന്നത് ഇന്ന് നിങ്ങൾക്ക് ബാല്യത്തിൽ തന്നെ തോന്നുന്നു. ഓക്കെ, ഇന്ന് കൗമാരം തുടങ്ങുന്നത് നേരത്തെയാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്ത് 13 to 19 എന്ന് പറയുന്ന സമയത്ത് ടീനേജ് എന്ന് വിളിച്ചിരുന്നു. കേട്ടിട്ടുണ്ടോ? 13, 14, 15, 16, 17, 18, 19 ടീനേജ്. ഇപ്പം അത് നിർത്തലാക്കി. ഞാനല്ല നിർത്തലാക്കിയത്, സായിപ്പ്. എന്നിട്ട് സായിപ്പ് ഇപ്പം പറയുന്നത് 11 to 21, 11 വയസ്സ് മുതൽ 21 വയസ്സ് വരെ
അഡോളസൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പീരീഡാണ് നിങ്ങൾക്ക് കിട്ടിയോ. 11 മുതൽ 21 വരെ ഒറ്റ പീരീഡാണ്. ആ 11 മുതൽ 21 വരെ ആക്കാൻ കാരണം ഇന്നൊരു കുട്ടിയിൽ ആണും പെണ്ണുമായി മാറാനായിട്ട് അവൻ്റെ രക്തത്തിൽ കലർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ സജ്ജമാകുന്നത് പെൺകുട്ടികളിൽ 9-10 വയസ്സ് മുതലെന്ന് പറഞ്ഞാൽ 3-ാം ക്ലാസ് മുതലും ആൺകുട്ടിയിലത് 7-ാം ക്ലാസ് 8-ാം ക്ലാസ് മുതലുമാണ്. ഇത്രയും പിടി കിട്ടിയോ. പെൺകുട്ടികളാണ് നിങ്ങളെക്കാൾ നേരത്തെ പക്വതയിലെത്തുന്നത്. നമ്മുടെ കുഴപ്പമില്ല. ഈ തലച്ചോറിൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. മാസ്റ്റർ ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി. ഈ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആൺകുട്ടികളിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും പെൺകുട്ടികളിൽ ഈസ്ട്രജൻ എന്നും പ്രൊജസ്ട്രോൺ എന്നും 2 ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യും. അവർക്കൊന്നേ ഉള്ളൂ, നമുക്ക് 2 ഉണ്ട്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇത്രയും പിടി കിട്ടിയോ. അവർക്കൊന്നേ ഉള്ളൂ. പേരോർത്തില്ലല്ലേ, അതാണ് സാധനം 2. അപ്പോൾ ആൺകുട്ടികളിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്താൽ ഒരു സ്റ്റോപ്പില്ല. അത് 75 വയസ്സ് വരെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയും കിട്ടിയോ. ഇടയ്ക്ക് സ്റ്റോപ്പില്ല. പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്ക് 2 ഹോർമോൺ ഉണ്ട്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. അത് മാറി മാറിയാണ് പ്രവർത്തിക്കുന്നത്. ചില ദിവസം നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ലെവൽ കൂടുതലാണ്, ചില പ്രത്യേക സമയങ്ങളിൽ പ്രൊജസ്ട്രോൺ ആണ് പ്രവർത്തിക്കുക. ഇനിയും മനസ്സിലാക്കേണ്ടത്, ആൺകുട്ടികളിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ 3-4 വർഷം മുമ്പേ നമ്മളിലാണ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും കിട്ടിയോ. അതായത് അവർ നമ്മളെക്കാൾ 3 വയസ്സ് താഴെയാണ്. പിടി കിട്ടിയോ. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഈർക്കന്മാരെ പ്രേമിക്കരുതെന്ന് പറഞ്ഞ്. പിടി കിട്ടിയോ. അതായത് +2 പഠിക്കുന്ന ഒരു ചെറുക്കൻ 7-ാം ക്ലാസ്സിൻ്റെ വാതിക്കലാണ് നിൽക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തേച്ച് പോവുകയാണോ എന്ന് ചോദിക്കല്ലേ. ഉള്ള കാര്യമാണ്. അതുപോലെ നിങ്ങൾക്കും വല്ലതും മനസ്സിലായോ. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സ് താഴെയായി ഇവർ. മാച്ചാകുകയില്ല. കെട്ടിക്കഴിഞ്ഞാലും തലവേദനയാണ്. അതിപ്പോൾ അറിയണ്ട, പിന്നെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആൺകുട്ടികളാണ് നേരത്തെ പക്വതയിലെത്തുക, പെൺകുട്ടികൾ പിറകെയാണ്. ഇനി ഇതിൻ്റെ 3 കാരണം. എല്ലാം ഒന്നും പറയാൻ എനിക്ക് സമയമില്ല, എൻ്റെ സമയം വളരെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. 3 കാരണങ്ങൾ. 1, നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ വന്ന മാറ്റം. 2, ഇവർ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യത്തിൽ വന്ന മാറ്റം. 3, ഇവരുടെ വസ്ത്രധാരണത്തിൽ വന്ന മാറ്റം ഇവരിൽ ഇമോഷണൽ ചേഞ്ചസ് വരാൻ കാരണമായിരിക്കുന്നു. അത്രയും മാതാപിതാക്കൾ വിചാരിക്കുക പണ്ട് നമ്മൾ തിന്ന കപ്പയും കഞ്ഞിയും ചക്കയും ഒന്നുമല്ല പിള്ളേർ കഴിക്കുന്നത്. അവർക്ക് ബാർബിക്യൂവും അറിയാമല്ലോ, അവരുടെ ഇഷ്ടം വേറെ സാധനങ്ങളാണ്. നൂഡിൽസും മാഗി നൂഡിൽസും അവർ കഴിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന കെമിക്കൽസ്, ടേസ്റ്റ് മേക്കേഴ്സ്, മയോണീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ബാർബിക്യൂ മക്കറെ ഇറ്റാലിയൻ സോസസ്, ഇമ്പോർട്ട് ചെയ്യുന്ന സോസ്, അതെ പുരട്ടുന്നത്, ആ മണവും ഒക്കെയാണ് പിള്ളേരെ ആകർഷിക്കുന്നത്. അത് ഈ കുട്ടികളിൽ നേരത്തെ കെമിക്കൽ ചേഞ്ചസ് വരാൻ കാരണമാകുന്നു. മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്, നിങ്ങളും മനസ്സിലാക്കേണ്ട ഭാഗമാണ്. മനുഷ്യ ശരീരത്തിൽ 4-5 കെമിക്കലുകളുണ്ട്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ലീഥിയം. സോഡിയം ഇല്ലെങ്കിൽ നമ്മൾ തല ഇറങ്ങി താഴെ പോകും. കാൽസ്യം ഇല്ലെങ്കിൽ എല്ലും വല്ലതും ഒന്നും ശരിയാകത്തില്ല. അതുപോലെ സോഡിയം, പൊട്ടാസ്യം ഒക്കെ നമ്മുടെ മസ്കുലർ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇനി പ്രധാനപ്പെട്ട സാധനം ലീഥിയമാണ്. ലീഥിയം എന്ന് പറയുന്നത് തലച്ചോർ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കലാണ്. ഒരു മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തെ നിർണ്ണയിക്കുന്ന കെമിക്കലാണ് ലീഥിയം. പിടി കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് വട്ടാണോ എന്നറിയാൻ കൊടുക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ലീഥിയം ടെസ്റ്റാണ്. ലീഥിയം ഇത്ര % കൂടിയാൽ വട്ടാകും. നമ്മുടെ പിള്ളേർക്ക് ഇപ്പോൾ ശകലം വട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നു, കണ്ടില്ലേ, പൊട്ടിത്തെറിക്കുന്നു, കസേര എടുത്തെറിയുന്നു, പേന ഓടിക്കുന്നു, ഭിത്തിക്കുട്ടിടിക്കുന്നു, സ്വിച്ചസ് ഇടിച്ച് പൊട്ടിക്കുന്നു. ഇതൊക്കെ കാണിക്കുകയല്ലേ പിള്ളേർ. നിലത്ത് കിടന്ന് ഉരുളുന്നു, നെഞ്ച തലയ്ക്കുന്നു. പിള്ളേർ കാണിക്കുന്ന ചില പണി കണ്ടാൽ ഭയങ്കര വട്ടാണെന്ന് തോന്നും. അപ്പം പിള്ളേരിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നതിൻ്റെ, ഇങ്ങനെയുള്ള വൈകാരിക മാറ്റം വരുന്നതിൻ്റെ കാരണം 1, അവരുടെ ഉള്ളിവിടിയിരിക്കെ ഞങ്ങളൊക്കെ അറിയില്ല ഒന്ന് ചൂടാക്കട്ടെ, നേരത്തെ വെച്ചേച്ച് പോയതല്ലേ, ക്ലാസ് കഴിഞ്ഞ് വരും, ഒത്തിരി ലേറ്റായി. അപ്പോൾ ഇവർ ചൂടാക്കാൻ പോയപ്പോൾ അതിൽ ഒരു 4-5 വയസ്സുള്ള ഒരു പയ്യനകത്ത് പോയൊരു തോക്കെടുത്തുകൊണ്ട് വന്നു. അവൻ എന്നെ കുറേ നേരം ഇങ്ങനെയൊന്ന് നോക്കി, എന്നിട്ട് എന്നെ ഉന്നം വെച്ചിട്ട് എൻ്റെ നേരെ കുച്ചാന്ന് വെടിവെക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ഇങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ ചാകുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ ആ തോക്ക് തിരിച്ചു പിടിച്ച് വെടിവെച്ചിട്ടുണ്ട്. കാണുന്നതും കേൾക്കുന്നതും പിള്ളേരെ സ്വാധീനിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? 3ാമത്തെ വസ്ത്രധാരണം. പിള്ളേർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടേ എന്നും പറഞ്ഞ് ഇതിലെ എല്ലാവരും ഓട്ടറാണ്. വസ്ത്രധാരണം
മോശമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോഴേ എനിക്കും തോന്നാറുണ്ട്. ഈയിടെ ഒരു അമ്മ ഒരു പെണ്ണിനെ കൊണ്ട് കൗൺസിലിങ്ങിന് വന്നു. ഒരു കുഞ്ഞു വെറ്റിക്കോട്ട് പോലും സാധനം പെണ്ണിട്ടിട്ടുള്ളൂ. ഞാൻ ആ അമ്മേനെ തന്നെ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ വെറ്റിക്കോട്ട് ഊരി നിങ്ങളൊന്ന് ഇട്ട് നോക്കാൻ പറ. അല്ല, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പെൺകുട്ടികൾ ഒത്തിരിയേറെ ചൂഷണം ചെയ്യപ്പെടുന്നു. സ്വന്തം കുടുംബത്തിനുള്ളിൽ പോലും, സ്വന്തമെന്ന് കരുതുന്നവർ പോലും അവരെ ചൂഷണം ചെയ്യുന്നു. സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുതരിക. ആൺകുട്ടികൾ സെക്ഷലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആൺകുട്ടികളുടെ കേസുകൾ ധാരാളമാണ് ഇപ്പോൾ, പഴയ പോലൊന്നും അല്ല. കാരണം ഇവിടെ ഒത്തിരിയേറെ ഹോമോസെക്ഷുവാലിറ്റി വളരുന്നു. ആണിനോടും പെണ്ണിനോടുമുള്ള പ്രണയം കൂടുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ, സ്കൂൾ കുട്ടികൾക്കിടയിൽ, കോളേജ് പിള്ളേർക്കിടയിൽ ഒക്കെ ഇത്തരം വൈകല്യങ്ങൾ കൂടുകയാണ്. അവരുടെ രീതികൾ അങ്ങനെയൊക്കെ. ഞാനിവിടെ ഒരു കോളേജിൽ ഒരു പരിപാടിക്ക് പോയതാണ്. പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, ഓഡിറ്റോറിയം ഇച്ചിരി അപ്പുറയാ, ഗ്രേസ് ലാലിന് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ, എൻ്റെ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല, നടക്കാം. അന്നേരം എന്നോട് നല്ല നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോളേജിൻ്റെ പിറകിലൂടെ അങ്ങോട്ട് കയറാം. കാർ എടുത്ത് നമ്മൾ മെയിൻ റോഡ് കറങ്ങി വരണം. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് നടക്കാമല്ലോ. കുറച്ച് നടന്നപ്പോൾ സാർ എന്നോട് പറയുക കണ്ണടച്ചോളാൻ. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഈ വഴി യാതൊരു പരിചയവും ഇല്ല. ഈ സാറിൻ്റെ ഉദ്ദേശം എന്നാന്ന് എനിക്കൊരു സംശയം. സാറേ ഞാൻ കണ്ണടക്കത്തില്ല. ഒരു ടീച്ചറുണ്ട് എൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു ഞാൻ കണ്ണടക്കി. സാറ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാന്ന് അറിയാമോ? ഈ നമ്മൾ ചില ഈ സിനിമ കഥകളിലെ ലവ് സീനിനെ വെല്ലുന്ന പോലെ പിള്ളേരവിടെ ഇരിക്കുന്നേ. കെട്ടിപ്പിടിച്ചിരിക്കുന്നു, മടിയിൽ കിടക്കുന്നു, ചോറുരുള വാരിക്കൊടുക്കുന്നു. ദൈവമേ, ഞാൻ ചെന്നുപെട്ടത് എവിടെയാണ്? ഇത് വല്ല ഷൂട്ടിംഗ് ലൊക്കേഷനാണോ സാർ? അപ്പോൾ പറഞ്ഞു, ഗ്രേസ് നോട്ട് ചെയ്യ്. എന്നെ കണ്ടിട്ട് അവർ എഴുന്നേൽക്കുന്നില്ല. ഗ്രേസ് നോട്ട് ചെയ്യേണ്ടത് ഇതാണ്, പ്രസംഗിക്കേണ്ടത് ഇതാണ്. എന്നെ കണ്ടിട്ട് ആ ഇരിപ്പിരിക്കുന്ന പിള്ളേർ എഴുന്നേൽക്കുന്നില്ല. സംഭവം പിടികിട്ടിയോ? അതായത് കുട്ടികളോട്, പെൺകുട്ടികളോട് ഞാൻ പറയണ, ശരീരവും മനസ്സും വിശുദ്ധമായി സൂക്ഷിക്കുക. പുഴുക്കുത്തേൽക്കാതെ അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടി സൂക്ഷിക്കുക. ആൺപെൺ സൗഹൃദങ്ങൾക്കൊരു വര വേണം, ഒരു പരിധി വേണം. അതിനപ്പുറത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ വിവാഹമോചനത്തിനെന്നും പറഞ്ഞ് കുടുംബക്കോടതി കിടക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോഴാ മനസ്സിലായെന്ന് പറയുന്നവർ ധാരാളം. അതുകൊണ്ട് ആരായാലും ശരി, അപ്പനായാലും കൊള്ളാം, ആങ്ങളെയായാലും കൊള്ളാം, കസിനായാലും കൊള്ളാം, ട്യൂഷൻ സാറായാലും കൊള്ളാം, കണ്ടക്ടറായാലും കൊള്ളാം, ഡ്രൈവറായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, ശരീരത്തിൽ തൊട്ട് സംസാരിക്കാൻ അനുവദിക്കേണ്ട. കാരണം ആണിൻ്റെ ലൈംഗികതയും പെണ്ണിൻ്റെ ലൈംഗികതയും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷന് സ്ത്രീയുടെ സാമീപ്യം മതിയാവും, വസ്ത്രധാരണം മതിയാവും, പെരുമാറ്റം മതിയാവും. പെട്ടെന്ന് പുരുഷൻ വികാരത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരുന്നു. പെട്ടെന്ന് കാര്യം കാണണമെന്ന് അവന് നിർബന്ധമുണ്ട്. അവൻ എങ്ങനെയെങ്കിലും കാര്യം സാധിക്കും. എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചാലോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ വളരെ പെട്ടെന്ന് പഴയ മനുഷ്യനാവാൻ സാധിക്കും. അതുകൊണ്ട് സൗഹൃദങ്ങൾ നല്ലതാണ്, വേണ്ടതൊന്നും ഞാൻ പറയില്ല. ബട്ട് അതിനൊരു വരയുണ്ടാവണം. അതുപോലെ തന്നെ ആൺപിള്ളേരോട് ഞാൻ പറയുക, ടീനേജ് അല്ല, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന ഈ സമയം തൊട്ട് ഒത്തിരിയേറെ വൈകല്യങ്ങൾ, കള്ള്, പെണ്ണ്, ഡ്രഗ് ഒക്കെ ആയിട്ട് മയക്കുമരുന്നിന് അടിമകളാകുന്ന പിള്ളേർ, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ വളരെയേറെ മയക്കുമരുന്നിന് അഡിക്റ്റായിരിക്കുന്ന കേസുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. കള്ള്, പെണ്ണ്, ഡ്രഗ്, 3 ലഹരിയാണ്. നിങ്ങളെ കൊണ്ടേ പോകൂ, നിങ്ങളും കൊണ്ടേ പോകൂ. അതുകൊണ്ട് ബാല്യം മുതലേ സൂക്ഷിക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞ പഠിക്ക്. നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടി നിങ്ങൾ തന്നെ ഒരു സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. സ്വയം അനലൈസ്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? വാട്ട് ആം ഐ, ഞാൻ എന്താണ്? ഹൗ ആം ഐ, ഞാൻ എങ്ങനെയുണ്ട്? ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ ബോയ്, ആസ് എ ഗേൾ, ആസ് എ ഡോട്ടർ, ആസ് എ സൺ, ആസ് എ ബ്രദർ, സിസ്റ്റർ. നമ്മൾ ഒത്തിരി റോളുകളിലാണ് ജീവിക്കുന്നത്. ഹൗ ആം ഐ, ഞാൻ എങ്ങനെയുണ്ട്? അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ഇരുന്നൊന്ന് അനലൈസ് ചെയ്യുക. ഹൗ ആം ഐ, മാതാപിതാക്കൾക്കും ചെയ്യാം. ഹൗ ആം ഐ, ഞാൻ എങ്ങനെയുണ്ട്? നല്ല അമ്മയാണോ, നല്ല അപ്പനാണോ, നല്ല മനുഷ്യനാണോ? നിങ്ങൾ നോക്കി. ഇനി കുട്ടികളോട് ഞാൻ പറയുന്നത്, ഐ കനോട്ട് ചേഞ്ച് യു, ബട്ട് തന്നെത്താനെ മനസ്സിനോട് പറയണം, ഐ ക്യാൻ ചേഞ്ച്, ഐ മസ്റ്റ് ചേഞ്ച്, ഐ ഷുഡ് ചേഞ്ച്. മാറിയേ പറ്റൂ, മാറണം. അങ്ങനെ മാറിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു നല്ല ഡിസയർ വേണം, നല്ല ഒരു ആഗ്രഹം. നല്ലത് ആഗ്രഹിക്കുക, നല്ലത് സംഭവിക്കുക, നല്ലതേ ആഗ്രഹിക്കൂ. മനഃശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഉണ്ട്. കഠിനമായ ആഗ്രഹത്തോടെ നിങ്ങളൊരു കാര്യം വേണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കൈപ്പിടിയിൽ വന്നിരിക്കും. ഓക്കെ? കഠിനമായ ആഗ്രഹത്തോടെ എനിക്ക് ഡോക്ടർ ആവണം, അല്ലെ എനിക്ക് IAS ആവണം, അല്ലെങ്കിൽ എനിക്കൊരു സോഷ്യൽ വർക്കർ ആവണം,
കഠിനമായ ആഗ്രഹത്തോടെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചോ, അത് നിങ്ങളുടെ കൈപ്പിടിയിൽ വരും. നല്ലത് ആഗ്രഹിക്കുക, നല്ലത് സംഭവിക്കും. നല്ലൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. ഡ്രീം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉണർന്നിരുന്ന് കാണുന്ന സ്വപ്നങ്ങൾ. കണ്ണടച്ച് കിടക്കുമ്പോൾ പാമ്പ് കടിക്കാൻ വന്നത് ഓട്ടോറിക്ഷ മറിഞ്ഞതും ബൈക്ക് ഇടിച്ചതൊന്നും അല്ല. കണ്ണു തുറന്നിരുന്ന് കാണുന്ന സ്വപ്നങ്ങൾ. അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ എല്ലാ കൗമാരക്കാരോട്, ചെറുപ്പക്കാരോടുള്ള പ്രസംഗങ്ങളിൽ പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ സ്വപ്നം കാണണം. നല്ല നല്ല സ്വപ്നങ്ങൾ, നല്ല ജീവിതം. ഇന്ന് പഠിക്കുന്ന പിള്ളേരെ തേടി ജോലി ഇങ്ങോട്ട് വരുന്ന കാലമാണ്. പഠിക്കുന്ന പിള്ളേർ വിഷമിക്കണ്ട, ക്യാമ്പസിൽ വന്ന് നിങ്ങളെ പെറുക്കിക്കൊണ്ട് പോയിക്കോളും. വലിയ കമ്പനികൾ, നല്ല കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിഷമിക്കണ്ട. കാരണം ഞാൻ കേരളത്തിലെ തന്നെ മിക്കവാറും എല്ലാ കോളേജുകളിലും പോകുന്ന ആളാണ്. എനിക്കറിയാം, ഞാൻ ഈയിടെ കോതമംഗലത്തൊരു കോളേജിൽ എനിക്ക് 2-3 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഒരു ബികോംകാരൻ പയ്യന് ഒരു ജർമ്മൻ ബാങ്കിൽ അവനിപ്പോൾ ഒരു സെലക്ഷൻ കിട്ടിയതാണ്. 75,000 രൂപയാണ് സ്റ്റാർട്ടിങ്. 20 വയസ്സുള്ള പയ്യനാണ്. അത് കഴിഞ്ഞ് പിന്നെ അവൻ MBA വല്ലതും എടുത്താൽ മതി. അപ്പം ഞാൻ പറയുന്ന പഠിക്കുന്ന പിള്ളേർക്ക് ജോലി ശമ്പളമൊക്കെ കിട്ടും. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ നല്ലത് ആഗ്രഹിക്കുക, നല്ലത് സ്വപ്നം കാണുക. അതിനായിട്ട് നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം. നമ്മുടെ ജീവിതം മൗണ്ട് എവറസ്റ്റ് പോലെയാണ്. മൗണ്ട് എവറസ്റ്റ് ചാടിക്കയറാൻ പറ്റില്ല, കഷ്ടപ്പെട്ടേ കയറാൻ പറ്റത്തുള്ളൂ. ജീവിതം ഒരു ഹഡിൽസാണ്. ഹഡിൽസ് എന്ന് പറഞ്ഞാൽ തടസ്സ ഓട്ടം. ഓടിച്ചെന്ന് ചാടിക്കടന്ന്, ഓടിച്ചെന്ന് ചാടിക്കടന്ന്, ഓടിച്ചെന്ന് ചാടിക്കടന്ന് നമുക്ക് ലക്ഷ്യത്തിലെത്തണം. അമ്മ കാരണം, അപ്പൻ കാരണം, അപ്പൻ കള്ളു കുടിച്ചത് കാരണം, ആരുടെയും തലയിലോട്ട് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. അത് സ്പോയിൽ ചെയ്യാൻ ആരെയും അനുവദിക്കരുത്, ആവശ്യമില്ലാത്ത ആരെയും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നല്ല മനുഷ്യരുള്ളവരാവുക. അതിന് വേണ്ടതൊരു ടൈം മാനേജ്മെൻ്റാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് എഴുന്നേൽക്കുക, കഴിയുന്നത്ര ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക. എല്ലാ ദിവസവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച്, അവർ ഭാര്യയും ഭർത്താവും കൂടെ അടിയൊക്കെ വെച്ച് വന്ന, അപ്പോൾ അമ്മായിമ്മ ഉണ്ടായിരുന്നു. അമ്മായിമ്മ പതുക്കെ എന്നോട്, എനിക്ക് ആദ്യമേ ഒരു കാര്യം പറയാനുണ്ട്. 11 മണിയാകാതെ ഈ പെണ്ണ് മേളത്തെ നേരെ പ്രത്യക്ഷപ്പെടത്തില്ല എൻ്റെ ഗ്രേസ് ലാലേ, നേരം വെളുത്ത് എഴുന്നേക്കത്തില്ല. അപ്പോൾ ഈ അമ്മായിമ്മ പറഞ്ഞ ഇതേപടി എനിക്ക് പറയാൻ പറ്റത്തില്ല, വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കത്തില്ലേ. അത് കാരണം ഞാനിങ്ങനെ ഓരോ കാര്യം പറഞ്ഞു. അത് ചോദിച്ചു, മോൻ സൂര്യൻ ഉദിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവൾ ഇച്ചിരി നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഉണ്ടല്ലോ. മോൻ കണ്ടോ സൂര്യൻ ഉദിക്കുന്ന എന്ന്? അതില്ലേ സ്കൂളിൽ നിന്ന് കന്യാകുമാരിക്ക് ടൂർ കൊണ്ടുപോയപ്പോൾ സംഭവം പിടി കിട്ടിയോ? ഒരു പോസ്റ്റ് മിസ്ട്രസ് ആയിട്ട് MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് ജോലി ചെയ്യുന്ന പെണ്ണ് സൂര്യൻ ഉദിക്കുന്ന കണ്ടതെന്നാ? കന്യാകുമാരിക്ക് ടൂർ കൊണ്ടുപോയപ്പം. സംഭവം മനസ്സിലായോ? പിള്ളേരെ നല്ല അടുക്കിനും ചിട്ടയ്ക്കും വളർത്തണം, നേരം വെളുത്തുനിന്ന് എഴുന്നേൽപ്പിക്കണം, കഞ്ഞിയും കറിയും വെക്കാൻ പഠിപ്പിക്കണം, അവനവൻ്റെ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ. എന്നിട്ട് കെട്ടിച്ച് വിട്ടിട്ട് അവിടുന്ന് അവർ പറയുമ്പോഴത്തേക്ക്, പിന്നെ നിങ്ങളുടെ തുണി അലക്കാനാണോ, നിങ്ങളുടെ പാത്രം തേക്കാനാണോ എൻ്റെ വീടിനെ പഠിപ്പിച്ച് വിട്ടോന്ന് ചോദിക്കരുത്. ചില അമ്മായിമാരെ പിടിച്ചുകൊണ്ട് കുന്നിൻ്റെ മണ്ടക്കറിയിട്ട് തള്ളി താട്ടിടാൻ പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്കൊരു നല്ല അടുക്കും ചിട്ടയൊക്കെ വേണം, അല്ലേ? വേണ്ടേ? ഇപ്പോൾ അവധിക്കാലം അല്ലേ? ആണോ? അത്യാവശ്യം കഞ്ഞിക്കറിയൊക്കെ വെക്കാൻ പഠിച്ചോ കേട്ടോ. അത്യാവശ്യം ഞാനിപ്പോൾ 8ാം ക്ലാസ്സുകാരി തയ്യൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എംബ്രോയ്ഡറിയൊക്കെ ചെയ്തു തരും. അതുകൂടാതെ ഇപ്പോൾ തയ്യൽ പഠിപ്പിക്കുക. വയലിൻ പഠിച്ചു, ഗിറ്റാർ പഠിച്ചു, യൂക്കലേലി പഠിച്ചു. എല്ലാം ഓൺലൈനിലാണ് പഠിച്ച്. എന്നാ പഠിച്ചാലും അത് സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, തന്നെത്താനെ മനസ്സിനോട് പറയണം, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. എന്നതാ? ഐ ക്യാൻ. എന്നെ കൊണ്ട് പറ്റുകയല്ലെന്ന് പറഞ്ഞ ഒരു പണി ചെയ്താൽ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് ചെയ്താൽ നിങ്ങളെ കണ്ടത് പറ്റും. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പം നമുക്ക് ചേഞ്ച് ചെയ്യണം, അല്ലേ? നല്ല പിള്ളേരാവണം, അല്ലേ? മിടുക്കരി പിള്ളേരാവണം, അല്ലേ? നമ്മുടെ സഭയ്ക്ക്, സമൂഹത്തിന്, സമുദായത്തിന് പ്രയോജനമുള്ള നല്ല പിള്ളേരായി മാറാനായിട്ടുള്ള ശ്രമം നടത്തുക. ധാരാളം വായിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ 10ാം ക്ലാസ്സുകാരി 3 പുസ്തകം എഴുതി കഴിഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, ഇതൊന്ന് പ്രസിദ്ധീകരിച്ച് തരാമെങ്കിൽ റോയൽറ്റി കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്ന്, കടായിട്ട് തന്നാൽ മതി എന്നാണ് പറഞ്ഞു. എനിക്കറിയാം, ഞാൻ വാങ്ങിച്ചു കൊടുത്ത പുസ്തകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. DC ബുക്സിൽ നിന്ന് എന്നെ വിളിക്കും, പുതിയത് വന്നിട്ടുണ്ട്, മോളുണ്ടോ? പുതിയ പുസ്തകം വന്നിട്ടുണ്ട്, വായിക്കും. നിങ്ങൾക്ക് അറിവുണ്ടാകും. വെറുതെ ഇങ്ങനെ ഈ മൊബൈലിൽ തൂത്ത് ആവശ്യമില്ലാതെ ചാറ്റിങ്ങും മറ്റേതും മറിച്ചൊക്കെ ആയിട്ട് പോകുന്ന സമയം നല്ലതെന്തെങ്കിലും വായിക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള
ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക അല്ലേ? ഐ എം ആൻ അയൺ മാൻ, ഐ എം ആൻ അയൺ ഗേൾ, ഒരു സ്ട്രോങ് ഗേൾ, ഒരു സ്ട്രോങ് ബോയ്. നല്ല മകനാവുക, നല്ല മകളാവുക. കുഴപ്പമില്ലാതെ വാം, നല്ല പിള്ളേരാകാം, മിടുക്കരാകാം, ശക്തിയുള്ള പിള്ളേരാവാം, തൻ്റെ ഇടമുള്ള പിള്ളേരാവാം. കരുത്തിൻ്റെ പ്രതീകങ്ങളായിരിക്കണം നിങ്ങൾ. വളച്ചാൽ വളയരുത്, കേട്ടല്ലോ? സൈഡ് കൊടുക്കേണ്ടടത്തൊക്കെ സൈഡ് കൊടുത്ത് ഗട്ടറുകളെയൊക്കെ അവോയ്ഡ് ചെയ്ത് നീറ്റായിട്ട് ഡ്രൈവ് ചെയ്യും. ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതെ, നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ പ്രതീക്ഷകളാണ്. പേടിക്കണ്ട. നിങ്ങളുടെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ പേടിക്കേണ്ടി വരില്ല. ഉറപ്പായിട്ട് ഞാൻ പറയണം. കാരണം എനിക്കറിയാലോ, ഞാൻ പിള്ളേരെ വളർത്തുന്നുണ്ടല്ലോ, മക്കളെ വളർത്തുന്നുണ്ട് ഇപ്പോൾ 4 എനിക്ക് ഉറപ്പാണ് മോശമാവില്ല എന്ന്. നമ്മുടെ കയ്യിലിരിപ്പ് നല്ലതാണല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ല മാതാപിതാക്കളാവാം, നല്ല മക്കളാവാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നോട് പറഞ്ഞതിൽ ഒരു 10 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ക്ലാസ് ഇപ്പോൾ അവസാനിപ്പിക്കാതെ പറ്റില്ല. എനിക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇനി എന്തെങ്കിലും ഒരിക്കൽ കൂടുതൽ സമയം കിട്ടിയാൽ ഞാൻ പറയാം. എൻ്റെ ഒത്തിരി ക്ലാസ്സുകൾ. സന്തോഷമുണ്ട്. പ്രവാസി സംഘടനയോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടെ നിങ്ങളെ കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളുടെ മനസ്സ്, ഉരുകുന്ന മനസ്സും പെടയുന്ന മനസ്സും വേദനിക്കുന്ന മനസ്സും മാത്രം കാണുന്നയാളാണ് ഞാൻ. എൻ്റെ ക്ലിനിക്കിൽ കണ്ണുനീര് മാത്രം വീഴുന്ന സ്ഥലമാണ്. അവിടെ ആരും വന്ന് ചിരിക്കാറില്ല, കരയാറേ ഉള്ളൂ. അതുകൊണ്ട് എന്നും ഈ കണ്ണുനീരൊപ്പുന്ന ഒരാളെന്ന നിലയിൽ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു അവസരമാണ് ഈ ക്ലാസ് എടുക്കാനായിട്ട് പുറത്തു വരുന്നത്. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ സമ്മതിക്കുന്നത്. ഞായറാഴ്ചയാണ്, എൻ്റെ വീട്ടിൽ എല്ലാവരും ഉള്ള ദിവസമാണ്. അതെ, എൻ്റെ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൊച്ചുമോൻ എന്നോട് ചോദിച്ചു, അച്ഛന്മാരല്ലേ പള്ളി പ്രസംഗിക്കുന്നത്, അമ്മ എന്തിനാ പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് എന്നാ പറയാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു അബൌട്ട് ഫാമിലി. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അബൌട്ട് ഫാമിലി, അതിനെക്കുറിച്ച് എന്താ പറയുക? ഞാൻ പറഞ്ഞു വാട്ട് ഈസ് ഫാമിലി, അതാ പറയാൻ പോകുന്നത്. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഫാദർ മദർ ആൻഡ് ചിൽഡ്രൻ ഫോം എ ഫാമിലി, ഈസിൻറ്റ് ഇറ്റ് കറക്റ്റ്? ഞാൻ പറഞ്ഞു യെസ്. ഞാൻ ചോദിച്ചു നിന്നോട് ആരാ ഇത് പറഞ്ഞു? ഞങ്ങളുടെ ഞങ്ങളുടെ ജി കെ മിസ് പഠിപ്പിച്ചായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു ഇവരാരും പഠിച്ചപ്പോൾ ജി കെ ഇല്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നല്ലൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കാം അല്ലേ? സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കുക. മക്കളെ ഓർത്ത് ഭാരപ്പെടേണ്ട, നമുക്ക് അവരെ ഓർത്ത് സന്തോഷിക്കാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ.